വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണുകളടച്ച് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗപിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സമാധാനം നിറഞ്ഞ, സ്വസ്ഥത നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ അവിടുത്തെ തിരുസാന്നിധ്യം, അവിടുത്തെ ആ തിരുമുഖം അങ്ങേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിലേക്ക് ഞങ്ങൾ നോക്കുന്നു. നന്ദി കർത്താവേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കഴുകിയാട്ടെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ തരുണത്തിൽ വീണ്ടും കർത്താവെ കഴുകണം. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അതെ കർത്താവെ, ഞങ്ങള് പാടിയതുപോലെ ഞങ്ങളുടെ ക്ഷീണമുള്ള തല അവിടുത്തെ തിരുമാർവിൽ ചാരി ഞങ്ങളെ കർത്താവെ ആശ്വസിക്കട്ടെ. ജീവവെള്ളം കർത്താവെ, ജീവിതത്തിന് നദി പാനം ചെയ്ത് കർത്താവെ അവിടുത്തെ ശബ്ദം കേൾക്കാനായിട്ടുള്ളൊരു വ്യഗ്രതയോടെ വാഞ്ചയോടെ ഞങ്ങളായിരിക്കട്ടെ. അവിടുത്തെ സ്വരം ഞങ്ങൾ കേട്ടു നാഥ, ഇമ്പമോടെ അവിടുത്തെ സ്വരം വന്നടിക്കുന്നുവെന്ന് ഞങ്ങൾ പാടി അവിടുത്തെ സ്വരത്തെ കേൾപ്പിക്കണമേ. അവിടുന്ന് കർത്താവെ അവിടുന്ന് പുനരുത്ഥാന ശരീരത്തോടു കൂടി ഇവിടെ വന്നു നിന്ന് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നെങ്കിൽ എത്രമാത്രം ഞങ്ങളുടെ ഹൃദയങ്ങള് അവിടുത്തോടുള്ള സ്നേഹത്താലും തീക്ഷ്ണതയാലും ജ്വലിക്കുമായിരുന്നു. അതുപോലെ ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ കത്തിക്കണമേ, ജ്വലിപ്പിക്കണമേ. അവിടുത്തെ സ്നേഹത്തിന്റെ ഇമ്പസ്വരം കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. അവിടെ ചെയ്യാൻ പോകുന്നവർക്ക് സ്തുതിക്കുന്ന എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മതകളുള്ള നാമത്തിൽ ആമേൻ. ആമേൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വാക്യമാണ്. എന്നാ ഇന്ന് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് വന്നപ്പം ഞാൻ സഹോദരങ്ങളോട് പറയുകയും ചെയ്തിരുന്നു, നമ്മൾ പറയാൻ പോകുന്ന വാക്യവും വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ്. സമാധാനത്തെ കുറിച്ചുള്ളൊരു വാക്യമാണ്. യോഹന്നാൻ 14:27. ഇന്നലെ രാത്രിയിലെ കർത്താവ് എന്നെ ഉണർത്തിച്ച ആ വാക്യം, അത് ലോകം തരുന്ന ഒരു സമാധാനമുണ്ട്, എന്നാൽ യേശു തരുന്ന വിധം, കർത്താവ് തരുന്ന സമാധാനത്തിന്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്. അതിന്റെ പ്ലേസ്മെന്റ്, ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു നോക്കി, പിന്നെ അടുത്ത പ്ലേസ്മെന്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ പ്ലേസ്മെന്റ് ഡിഫറെൻ്റ് ആണ്. അത് എവിടെ ദൈവം പകരുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ്. അതിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണഗണം, ഗുണം, ഗുണമേന്മ വ്യത്യസ്തമാണ്. അതിന്റെ അത് എവിടെ ദൈവം പകരുന്നു എന്നുള്ള കാര്യത്തില് ലോകം തരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. കർത്താവ് തരുന്ന സമാധാനം, കർത്താവ് തരുന്ന വിധവും വ്യത്യസ്തമാണ്. ഹൗ ഹി gives us his peace, imparts his peace. It's not like the world gives. ലോകം തരുന്നത് പോലെയല്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, നമുക്ക് അതിന്റെ സന്ദർഭമൊക്കെ നമ്മള് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം വാക്യപ്രതിവാക്യമായിട്ട് വാക്ക് പ്രതിവാക്യമായിട്ടൊക്കെ നമ്മള് വളരെ സ്ലോ ആയിട്ട് ധ്യാനിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാം. യോഹന്നാൻ 13-ാം അധ്യായം തന്നെ കർത്താവിന്റെ അന്ത്യത്താഴമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ്, ഞാൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന ഭാഷയിലാണ് പറയുന്നത്. അപ്പൊ പ്രാർത്ഥന ബേബി ശ്രദ്ധിക്കുന്നുണ്ട്, ജോഹാൻ, അർപ്പിത, ജോസ്ന, കുഞ്ഞുങ്ങൾക്കെല്ലാം, അപ്പം നിരഞ്ജന, അപ്പൊ കുഞ്ഞുങ്ങളോട് പ്രൈമറിലി പറയുന്നത്. ബാക്കി ഇങ്ങനെ ബാക്കി വലിയവരൊക്കെ വേണമെങ്കിൽ കേട്ടോണം. കുഞ്ഞുങ്ങളോട് സൺഡേ ക്ലാസ് മാതിരിയാ കേട്ടോ. അപ്പൊ ജീസസ് നമ്മളോട് ജീസസ് എത്ര വർഷം ഈ ഭൂമിയില് ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു? 33.5 വർഷം അല്ലെ, 33.5 years. 33 വർഷക്കാലം കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു. അപ്പൊ അതിന്റെ അവസാനത്തെ നാളില് കർത്താവ് എങ്ങനെയാ മരിച്ചേ? കർത്താവ് ഹൗ ഡിഡ് ജീസസ് ഡൈ? ക്രൂസിൽ മരിച്ചു അല്ലേ? ക്രോസിലല്ലേ കർത്താവ് മരിച്ചത്? ക്രോസിൽ മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രിയില് കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട്, എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? ഡിസൈപ്പിൾസ് എത്ര പേരുണ്ടായിരുന്നു? 12 പേര് ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പമൊക്കെ നുറുക്കി കൊടുത്തപ്പോഴത്തേക്ക് ഒരാള് ഒറ്റ കൊടുക്കാൻ വേണ്ടി ഓടിപ്പോയി. അതാരാ? ജൂദാസ് ഇസ്കാരിയോട്ട്. ഓക്കെ, വെരി ഗുഡ്, എല്ലാം അറിയാം അല്ലേ? അപ്പൊ അതിനുശേഷം ബാക്കി എത്ര ശിഷ്യന്മാരുണ്ട് നിരഞ്ജന? 11 ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ കർത്താവ് ശിഷ്യന്മാരുടെയൊക്കെ കാലൊക്കെ കഴുകി, കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, യുദാസിന് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കാലൊക്കെ കഴുകി അപ്പമൊക്കെ നുറുക്കി കൊടുത്ത്, യുദാസ് നന്ദിയില്ലാതെ അപ്പം കൊടുത്ത കൈ തന്നെ കർത്താവിനെതിരെയായിട്ട് തിരിഞ്ഞ ആ ഒരു വാക്യം തന്നെ കർത്താവ് അവിടെ കൂട്ടിയുന്ന കാര്യം നമുക്കറിയാം. അതിന്റെ ആ യോഹന്നാൻ 13-ന്റെ
18 എന്താ പറയുന്നേ, 18 പറയുന്നത്, നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, എന്നാൽ എന്റെ അപ്പം തിന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരാ കുതികാൽ ഉയർത്തി പോയെ? കുതികാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹീൽ, നമ്മുടെ ഹീലില്ലേ, കാലിന്റെ ഹീലിനാ കുതികാൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ മലയാളത്തില് കുതികാൽ എന്നൊക്കെ പറയാൻ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷ് എടുത്ത് നോക്കുമ്പോൾ ഹീൽ, അപ്പൊ ഹീൽ എന്ന് പറയുമ്പോൾ ഹീലുള്ള ചെപ്പല് അല്ലേ? അപ്പൊ നമ്മുടെ കാലിന്റെ ആ ഹീല്, ചെരുപ്പിന്റെ ഹീൽ എന്ന് പറയുന്നത് കാലിന്റെ. അപ്പൊ അതുപോലെ ധിഖരിച്ചുകൊണ്ട് എന്താ ആരാ ഇറങ്ങിപ്പോയെ? ജൂദാസ് ഇസ്കാരിയോത്ത്, യൂദാ ഇസ്കാരിയോത്ത് ഇറങ്ങിപ്പോയി. അതിനുശേഷമുള്ള ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ട് മാനുഷികമായിട്ട് പറയുവാണെങ്കിൽ കർത്താവ് യുനോ വളരെ അസ്വസ്ഥമായിരിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് മാനുഷികമായിട്ട് പറഞ്ഞ. എന്നാൽ കർത്താവിന്റെ ഹൃദയത്തില് ദൈവത്തിന്റെ സമാധാനം അങ്ങ് നിറഞ്ഞു കവിയുകയായിരുന്നു. അത് നമ്മള് അവിടെ വായിക്കുമ്പം, താഴോട്ട് വായിക്കുമ്പം കർത്താവ് ഈ കർത്താവിന്റെ ഒരു ലോങ് ഡിസ്കോഴ്സ്, ഒരു ദീർഘ സംഭാഷണമാണ്, 11 ശിഷ്യന്മാരുള്ള ദീർഘ സംഭാഷണമാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം മുതൽ 31 മുതൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ കണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 13-31 മുതൽ 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം ഒരു ലോങ് ഡിസ്കോഴ്സ്, ഒരു ദീർഘ സംഭാഷണം. കർത്താവിന്റെ ഒരു പ്രസംഗം എന്ന് പറയത്തക്കവണ്ണം ഒരു പ്രസംഗം എന്ന് പറയാനില്ല. എന്ന് വെച്ചാല് ഇവിടെ ഇടയ്ക്ക് തോമസും ഫിലിപ്പും ഒക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഇത് സംഭാഷണം മാതിരി ഒരു 11 പേരോട് കർത്താവ് നിന്നും ഇരുന്നും ഒക്കെ സംസാരിക്കുക, നടന്നുമൊക്കെ. എന്നുവെച്ചാൽ അതിനിടയ്ക്ക് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഒലിവുമലയിലോട്ട് പോകുന്ന രംഗമൊക്കെ 14-ാം അധ്യായത്തിന് അവസാനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് മത്തായിയോട്ട് കമ്പയർ ചെയ്യും, മത്തായി ലൂക്കോസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒലിവുമലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും പോയതിനു ശേഷമൊക്കെ സംസാരിച്ച കാര്യങ്ങളായിരിക്കും 15-ാം അധ്യായത്തിലൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും എന്നെ നോക്കുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ, ധ്യാനിക്കുകയാണ് തോന്നുന്നു എല്ലാവരും. ഇടയ്ക്ക് നോക്കിക്കൊണ്ട് ധ്യാനിക്കണേ. എന്തോ എഴുതുമായിരുന്നു. ഓക്കെ ഓക്കെ, അതെ അതെ, അല്ലെ, ധ്യാനാത്മകമായിട്ട് വളരെ ഇരിക്കുന്ന ശീലം ഉള്ളത് കൊണ്ട്. അപ്പോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാല്, കർത്താവ് അതിനുശേഷമാണ് ആ ലോങ് ഡിസ്കോഴ്സ്, കർത്താവിന്റെ ഒരു വലിയൊരു പ്രഭാഷണം. സാധാരണ അവന്റെ ഒരു ഗിരിപ്രഭാഷണം എന്നൊക്കെ ആൾക്കാർ ഈ കളിയാക്കി കൊളോക്കിയൽ ലാംഗ്വേജിൽ, സംസാര ഭാഷയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? കർത്താവിന്റെ ഗിരിപ്രഭാഷണം എവിടെ ഉള്ളേ? ഗിരി എന്ന് വെച്ചാൽ എന്താ? മല. അപ്പം കർത്താവ് ഒരു മലയിൽ മേലെ നിന്നുള്ള ഒരു വലിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു? ഏത് അധ്യായങ്ങളില? കുഞ്ഞുങ്ങൾ പറഞ്ഞു, സൺഡേ സ്കൂൾ ചിൽഡ്രൻ. സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത് അത് എവിടെ? മാത്യു 5, 6, 7 എഴുതി വെച്ചു. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ വലിയവർക്ക് എല്ലാവരും പിന്നെ സ്വാഭാവികമായിട്ട് അറിഞ്ഞോളൂ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ സൺഡേ ക്ലാസ് മാതിരിയാ നമ്മുടെ മെസ്സേജസ് ഒക്കെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. അപ്പൊ മാത്യു 5, 6, 7 ചാപ്റ്റേഴ്സ് ആണ് കർത്താവിന്റെ ഒരു ലോങ്സ്റ്റ് റെക്കോർഡഡ് sermon ആയിട്ട്, ഏറ്റവും കർത്താവിന്റെ ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലായിരുന്നു. കർത്താവിന്റെ മിനിസ്ട്രി എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു? കർത്താവിന്റെ ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ എത്ര വർഷങ്ങളുണ്ടായിരുന്നു? ജസ്റ്റിൻ, എത്ര വർഷങ്ങളുണ്ടായിരുന്നു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ? 3.5 years, 3.5 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ 3.5 വർഷക്കാലത്തിന്റെ തുടക്കത്തിലായിരുന്നു കർത്താവ്, മത്തായി 4-ാം അധ്യായത്തിലെ കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നതായിട്ട്, 3-ാം അധ്യായത്തിൽ സ്ഥാനപ്പെടുന്നു, 4-ാം അധ്യായത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നു, 5-ാം തുടക്കത്തിലാണ് ഈ സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം. അതിട്ട് ആ കർത്താവിന്റെ ശുശ്രൂഷ തലേദിവസം, പിറ്റേ ദിവസം കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേദിവസം രാത്രിയിലുള്ള വലിയൊരു സംഭാഷണമാണ്, ദീർഘ സംഭാഷണമാണ് നമ്മളിവിടെ ജോൺ 13, 14, 15, 16, 13-ന്റെ 31 മുതൽ 14, 15, 16 അധ്യായങ്ങളിൽ അങ്ങനെ ഒരു വലിയൊരു ദീർഘ സംഭാഷണം നമ്മൾ കാണുന്നത്. ഇപ്പം തുടക്കത്തിലും ഒടുക്കത്തിലുള്ള അതൊക്കെ ദൈവം അത് വെച്ചിരിക്കുന്നതായ ചില മർമ്മങ്ങളുണ്ട്. ആ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വലിയ ഉയരങ്ങളൊക്കെ എത്തിപ്പിടിക്കണമെങ്കിൽ ഇവിടുത്തെ അവസാനം കർത്താവ് പറഞ്ഞ സംഭാഷണങ്ങളിൽ അതിന്റെ ചില രഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നിൽ വസിക്കുന്ന കാര്യവും കർത്താവ് നമ്മളിൽ വസിക്കുന്ന കാര്യവും അങ്ങനെയൊക്കെയാണ് നമുക്ക് കർത്താവിന്റെ കൽപ്പനകളെ സ്നേഹിച്ചാലേ പ്രമാണിക്കാൻ ഒക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ദീർഘ സംഭാഷണത്തിൽ കർത്താവ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന വലിയ കൽപ്പനകളൊക്കെ അനുസരിക്കണമെങ്കിൽ കർത്താവിനെ സ്നേഹിച്ചാലേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് കർത്താവ് അവസാനം പറഞ്ഞ് ശിഷ്യന്മാരെ പറഞ്ഞ് ഓർപ്പിച്ചിട്ട് പോകുന്നത്. അപ്പം അതിനുശേഷമാണ്, ആ ദീർഘ സംഭാഷണത്തിന് ശേഷമാണ് കർത്താവ് യോഹന്നാൻ 17-ാം അധ്യായത്തില് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ മൊത്തം എന്താണ്? ഒരു പ്രസംഗമാണോ?
ജോൺ 17 ഒരു പ്രെയർ ആണ്, ഒരു പ്രാർത്ഥനയാണ് അല്ലെ. അത് ആ പ്രാർത്ഥനയ്ക്ക് പൊതുവെ പറയുന്ന പേരെന്താണ്? ഹൈ പ്രീസ്ലി പ്രയർ. അതായത് മഹാപുരോഹിത പ്രാർത്ഥന. കർത്താവ് ഒരു മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണെന്നൊക്കെ എബ്രായർ 7-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഹൈ പ്രീസ്ലി പ്രയർ യോഹന്നാൻ 17-ാം അധ്യായത്തില്. അതിനുശേഷമാണ് കർത്താവ് ഒരു തോട്ടത്തിലേക്ക് പോയതായിട്ട് എവിടെ വായിക്കുന്നത്? തൊട്ടടുത്ത അധ്യായം എത്ര? യോഹന്നാൻ 18-ാം അധ്യായം. അപ്പൊ യോഹന്നാൻ 18-ാം അധ്യായത്തില് ആണ് കർത്താവ് ഒരു വലിയ യുനോ കർത്താവ് ഒരു വലിയ ഒരു തോട്ടത്തിലേക്ക് പോകുന്നതായിട്ട്, ഗെത്സമനി തോട്ടത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഗെത്സമനി തോട്ടത്തിലേക്ക് പോയി കർത്താവ് അതിവിധയോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ ബാക്കിയുള്ള സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് കർത്താവ് പറയുമ്പോൾ നമ്മൾ മാനുഷികമായിട്ട് പറയുവാണെങ്കിൽ, കർത്താവിന്റെ ഹൃദയം ഇപ്പൊ ഈവൻ ഗെത്സമനി തോട്ടത്തിൽ പോലും പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്, കർത്താവ് വരെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷനും വെപ്രാളവും അസ്വസ്ഥതയൊക്കെ വരുമ്പോൾ കർത്താവും ഗെത്സമനി തോട്ടത്തിലൊക്കെ ഭയങ്കര വെപ്രാളമല്ലായിരുന്നു ഇന്ന് വളരെ ലാഘവത്തോടെ ദൈവദൂഷണമായിട്ട് പറയുന്ന അവരുണ്ട്. ഇന്ന് അങ്ങനല്ല. അത് കർത്താവിന്റെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. യേശു കർത്താവ് എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നോ? അല്ലയോ? ആയിരുന്നു. എന്നുവെച്ചാൽ അവസാനത്തെ കർത്താവ് നമ്മളുടെ ശിക്ഷാവിധിയായിട്ട് പാപമായി തീർന്ന് കർത്താവ് 3 മണിക്കൂർ നേരം 3 നാഴിക നേരം ക്രൂശില് പാപമായി തീരുന്ന ആ സമയം ഒഴിച്ച്, ആ സമയത്ത് കർത്താവ് ലോകത്തിന്റെ പാപം, നമ്മുടെ എല്ലാവരുടെയും പാപം എല്ലാം എടുത്ത് അതിന്റെ ശിക്ഷാവിധി ദൈവത്തിന്റെ ക്രോധാഗ്നി കർത്താവിനെ വെന്തെരിയുമായിരുന്നു, ആ നിത്യ നരകാഗ്നി. അപ്പൊ ആ 3 നാഴിക നേരം അല്ലായിരുന്നു, ആ 3 നാഴിക നേരം, ആ 3 മണിക്കൂർ നേരം എന്ന് പറഞ്ഞാല് കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് എത്ര മണിക്കായിരുന്നു? കർത്താവ് ക്രൂശിക്കപ്പെട്ടത് രാവിലെ 9 മണിക്ക് ക്രൂശിക്കപ്പെട്ടു. പിന്നെ ഈനോ കർത്താവ് മരിച്ചത്, ജീവൻ വെടിഞ്ഞത് എത്ര മണിക്കാ? ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. അപ്പൊ എത്ര മണിക്കൂറായി ക്രൂസിലെ? 6 hours. 9 മുതൽ 12 വരെ എത്ര? 3. പിന്നെ 3 മണി വരെ. അപ്പൊ 6 hours ഉണ്ട് ക്രോസ്. അപ്പൊ അതില് ആദ്യത്തെ 3 മണിക്കൂറില കർത്താവ് യോഹന്നാനെ അമ്മയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും, പിന്നീട് ഒരു വശത്തെ കള്ളനെ പർദീസയിലേക്ക് ആനയിക്കുന്നതും, ഇങ്ങനെ ആ പാപികളായിട്ടുള്ളവരോട് ഇവര് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറയുന്നതൊക്കെ ആദ്യത്തെ 3 മണിക്കൂർ നേരത്താണ്. അവസാനത്തെ 3 മണിക്കൂർ നേരത്താണ് അപ്പോഴാണ് പെട്ടെന്ന് ഇരുട്ട് വ്യാപിച്ചതായിട്ടൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ അവിടെ ഇരുട്ട് വ്യാപിച്ചു. അപ്പം ദൈവമേ എന്നെ കൈവിട്ടത് എന്തെന്നൊക്കെ കർത്താവ് വിലപിക്കുന്ന ആ സങ്കീർത്തനത്തിലെ 22-ാം സങ്കീർത്തനത്തിലെ ഭാഗമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പിതാവിനോട് നിലവിളിക്കുന്നതും. അപ്പൊ ആ അവസാനത്തെ 3 നാഴികയാണ് നമ്മളുടെ പാപത്തിന്റെ ആ നിത്യമായിട്ടുള്ള നരകയാതന കർത്താവ് ആ അവസാനത്തെ 3 നാഴിക കർത്താവ് സഹിച്ചത്. അതിനുശേഷം പിന്നെ ആ സഹിച്ചതിന് ശേഷം പിന്നെയും പിതാവായിട്ടുള്ള കണക്ഷനിലേക്ക് വരുന്നു. പിന്നെ പിതാവേ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് എന്റെ ദൈവമേ എന്നാണ് ആ 3 നാഴികയുടെ തുടക്കത്തിൽ പറയുന്നത്. എന്നാൽ 3 നാഴിക അവസാനം പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പിന്നെയും പിതാവുമായിട്ടുള്ള കണക്ഷനിലേക്ക് വന്നു. ആത്മാവിന് ഫലമേൽപ്പിച്ച് കർത്താവ് ജീവൻ വെടിഞ്ഞു. കർത്താവിന് ജീവൻ വെടിഞ്ഞ വിധവും ഒക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ചിന്തിച്ചപ്പോൾ ആ ഒരു വാക്കൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എങ്ങനെയാ കർത്താവ് ജീവൻ വെടിഞ്ഞ ഇങ്ങനെ തല തൂക്കിയിട്ടെന്നാണ് വായിക്കുന്നത്. തല ഇങ്ങനെ ഈ ചിലർ ലജ്ജയാല് ഹാങ് ദ ഹെഡ് ഇൻ ഷെയിം, അങ്ങനല്ല. പക്ഷെ കർത്താവ് ജീവൻ വെടിഞ്ഞപ്പം പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ യോഹന്നാൻ 14 നമുക്ക് വരാം. അവിടെ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ ഒത്തിരി നാൾ മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമായത് നിങ്ങൾ പലരും മറന്നുപോയി കാണും. യോഹന്നാൻ 19-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അതിന് 30-ാമത്തെ വാക്യത്തില് അവിടെ അതിന്റെ 30-ാമത്തെ വാക്യം, യോഹന്നാൻ 19:30 യേശു പുളിച്ച് വീഞ്ഞ് കുടിച്ച ശേഷം, എല്ലാവരും എടുത്തോ യോഹന്നാൻ 19, ജോൺ 19 എടുത്തോ. ജോൺ 19:30. 30-ാമത്തെ വാക്യത്തില് യേശു പുളിച്ച് വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി, ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് തല തൂക്കിയിട്ട്, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? എന്താ എഴുതിയിരിക്കുന്നത്? തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ചായ്ക്കിയ ബൗഡ് ഹിസ് ഹെഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ റിക്ലൈൻഡ് ഹിസ് ഹെഡ് എന്ന അവിടെ ഒരു ട്രാൻസ്ലേഷൻ വേണ്ട. അത് ക്ലീനെ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലീനെ എന്ന് പറഞ്ഞാൽ ടു റിക്ലൈൻ ഇൻ എ പ്ലേസ് ഓഫ് റിപ്പോസ്. അതെ, തല ചായ്ച്ച്. മത്തായി 8:20 ആ ക്ലീനെ എന്നുള്ള വാക്കുണ്ട്. മത്തായി 8:20 ഞാൻ പണ്ട് അവിടെ റെഫറൻസ് ആയിട്ട് എഴുതി കിട്ടിയ ആ വാക്ക് ഏതാണെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കട്ടെ. മത്തായി 8 നമ്മൾ ഈ ക്രോസ് റെഫറൻസ് ബൈബിളിൽ തന്നെ എഴുതുന്നതിന്റെ ഗുണം അതാ. മത്തായി 8:20 ആ വാക്ക് തന്നെ, അതെ, മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടവില്ല എന്ന് പറയുന്ന ആ വാക്ക് മത്തായി 8:20. ആ തല ചായ്ക്കുക എന്നുള്ള അതേ ക്ലീനെ എന്നുള്ള വാക്കാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? യോഹന്നാൻ
19-30. പിന്നെ ലൂക്കോസ് 9:58 എനിക്ക് തോന്നുന്നു അതേ പോർഷൻ ആണോ എന്ന് നോക്കട്ടെ. ലൂക്കോസ് 9:58. ലൂക്കോസ് 9:58 മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടവില്ല എന്ന് പറയുന്ന ആ വാക്യം തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അപ്പം യേശു പിതാവിന്റെ മാർവിലെ തല ചായ്ച്ച് അങ്ങ് വിശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഇങ്ങനെ തല തൂക്കിയിട്ട് ഇതൊരു ലജ്ജ അതുപോലെ ഒരു കാര്യമല്ല. മറിച്ച് പിശാചിനെല്ലാം തോൽപ്പിച്ച് എല്ലാം നിവൃത്തിയായി വളരെ സ്വസ്ഥതയോടെ പിതാവിനും മാർവിൽ തല ചായ്ച്ച് യോഹന്നാൻ യേശുവിന്റെ മാർവിൽ തല ചായ്ച്ചതുപോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് യേശു ആ അവസാനത്തെ 3 നാഴിക നേരം അല്ലെങ്കിൽ 3 മണിക്കൂർ നേരം ക്രൂശില് പിതാവിനാൽ കൈവിടപ്പെട്ട ആ നരകാഗ്നി സഹിക്കുന്ന ആ സമയം ഒഴിച്ച് ബാക്കി എല്ലാ കർത്താവിന്റെ നിമിഷ കണങ്ങളിലും ഈവൻ ദ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഹി വാസ് ഓൾവേസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. അപ്പൊ ചിലർ ചോദിക്കും, അയ്യോ കർത്താവ് 30-ാമത്തെ വയസ്സിലല്ലേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി? പരിശുദ്ധാത്മാവിന് അഭിഷിക്തനായത്, ഹി വാസ് അനോയിന്റഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് അറ്റ് ദ ഏജ് ഓഫ് 30. പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിംഗ് എന്നുള്ള വാക്ക്, അഭിഷേകം എന്നുള്ള വാക്ക്, അത് ശുശ്രൂഷയ്ക്കായിട്ട് വരങ്ങളെ കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു വാക്കായിട്ട് പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയൊക്കെ അഭിഷേകം ചെയ്ത അവരെ നിയമിക്കുന്ന, അവരെ പുരോഹിതനായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യും, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പഴയ നിയമത്തിൽ. ഇന്ന് പുതിയ നിയമത്തിൽ എണ്ണ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. അപ്പം യേശു അഭിഷിക്തനായത് 30-ാമത്തെ വയസ്സില് യോർദാൻ നദിയിൽ ജനത്തിൽ നിന്നൊക്കെ കയറുമ്പോഴാണ് ഇതാ എന്റെ പ്രിയപുത്രൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഹെവനിൽ നിന്ന് ഒരു സീലടിച്ച് കർത്താവിനെ അഭിഷേകം ചെയ്യുന്നത്. കർത്താവിനെ പരിശുദ്ധാത്മാവിന്റെ അതീന്ദ്രിയമായ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്സ് ഒക്കെ, അതായത് ചെറുപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനോ അല്ലെങ്കിൽ വചനം പറയാനുള്ള ഗിഫ്റ്റോ, അല്ലെങ്കിൽ അതിനു മുമ്പ് കർത്താവ് വചനം പറയുമായിരുന്നു. എന്നാൽ ഒരു അതീന്ദ്രിയമായ ഒരു അതിമാനുഷികമായ ഒരു ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കർത്താവിന് കിട്ടിയതാ 30-ാമത്തെ വയസ്സില്. പക്ഷേ കർത്താവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് തന്നെ എങ്ങനെയാ? പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ നിഴലിട്ട്, മറിയയുടെ ശരീരത്തിന് ഒരു ഭാഗം ഉണ്ടായിരുന്നു, അതായത് മറിയയുടെ ഉദരത്തിലെ അണ്ഡം ഉണ്ടായിരുന്നു, എന്നാൽ അവരിൽ പാപമില്ലായിരുന്നു. മറിയത്തിന്റെ അണ്ഡം ഉണ്ടായിരുന്നു, എന്നാൽ പുരുഷന്റെ ബീജത്തിന് പകരം ദൈവത്തിന്റെ കിടാത്ത ബീജമായ വചനം ആണ് മറിയത്തിന്റെ ഉദരത്തിലെ. ആ വചനമാണ് മറിയയില് ഒരു മനുഷ്യ ശരീരമായിട്ട് ഉരുവാകുന്നതും. അങ്ങനെ പരിശുദ്ധാത്മാവിനാലാണ് കർത്താവിന്റെ ശരീരം, കർത്താവിന്റെ ഭൗതിക ശരീരം മറിയത്തിൽ ഉരുവാകുന്നത്. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ജീവിതകാലത്തിൽ ഉടനീളം കർത്താവ് എങ്ങനെയായിരുന്നു? പിതാവിനോടുള്ള കർത്താവിന്റെ ആ ഏറ്റവും അറിയാറാവുന്ന പ്രായം മുതലേ മനസ്സിലാവും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിലെ പരിശുദ്ധാത്മാവിൽ ഉരുവായി പിതാവിനോടുള്ള ഒരു കൂട്ടായ്മയില്ല. പിന്നെ ഒരു കുഞ്ഞായിട്ട് വളർന്നു വരുമ്പോൾ പിതാവിനോടുള്ള ആ ഒരു തന്റെ ഓരോ ചോയ്സ്, ഓരോ തീരുമാനങ്ങൾ, ഓരോ തെരഞ്ഞെടുപ്പുകൾ എടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ ആ ഒരു സമയത്ത് തന്നെ കർത്താവ് സ്വന്തം ഇഷ്ടമൊന്നും ചെയ്യാതെ എപ്പോഴും പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട്, പിതാവിനുള്ള ഒരു സ്നേഹ സംസർഗത്തിൽ പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചത്? എപ്പോഴും കർത്താവ് പരിശുദ്ധാത്മ നിറഞ്ഞവനായിരുന്നു. പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ എല്ലോ യേശുവിന് കൊടുത്തതെന്നൊക്കെ നമ്മൾ യോഹന്നാൻ 3:34 വായിക്കുന്നുണ്ട്. ഹി ഗീവ്സ് സ്പിരിറ്റ് വിതൗട്ട് മെഷർ, ബിയോണ്ട് മെഷർ എന്ന് എവിടെ വായിക്കുന്നേ? യോഹന്നാൻ 3:34, 3:34 നമ്മൾ യേശുവിനെ കുറിച്ച് വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പിതാവ് യേശു മനുഷ്യനായിട്ട് ഭൂമിയിൽ നമുക്ക് മുൻമാതൃകയായിട്ട് വന്നതെന്ന് പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്ന ഒരു കാര്യം നമ്മളോട് വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ യേശു കർത്താവ് ജീവിതകാലം ഉടനീളം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനായിട്ടാണ് ജീവിച്ചത്. പിന്നെ 30-ാമത്തെ വയസ്സില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഗിഫ്റ്റ്സ് എല്ലാം ലഭിച്ച് കർത്താവ് ശുശ്രൂഷ തുടങ്ങുന്നത്. അതിനുശേഷം ആ ഗെത്സമനെ തോട്ടത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സമയത്തും ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ സമാധാനം, കർത്താവിന്റെ സമാധാനം എന്ന് പറയുമ്പോൾ കർത്താവും ദുഃഖിച്ച് കരഞ്ഞില്ലേ ലാസറസിന്റെ കല്ലറയില്, അല്ലെങ്കിൽ കർത്താവും ചാട്ടവാറെടുത്ത് അടിച്ചപ്പോൾ കർത്താവിന് ദേഷ്യം വന്നില്ലേ? അതൊക്കെ കർത്താവിന്റെ ദൈവികമായ തീക്ഷ്ണതയായിരുന്നു. ആ ഒരു എന്താ ചാട്ടവാറെടുത്ത് ഇതേപോലെ ശുദ്ധമാക്കുമ്പോൾ മാനസികമായ ഒരു കോപമല്ലായിരുന്നു. മാനസിക കോപമായിരുന്നെങ്കിൽ പാപം എന്ന് പറയേണ്ടി വന്നേനെ. അല്ലെങ്കിൽ മാനസികമായിട്ടൊരു വെപ്രാളോ ടെൻഷനോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നെങ്കിൽ അത് പാപം എന്ന് പറയേണ്ടി വന്നായിരുന്നു. എന്നാൽ യേശുവിന് പാപം ഇല്ലായിരുന്നു. കർത്താവിന് പാപം ചെയ്യാൻ സാധിക്കുമായിരുന്നു, എന്നാൽ കർത്താവ് ഒരിക്കലും അത് ചെയ്തില്ല. ഇപ്പം കഴിഞ്ഞ എൽഡേഴ്സ് മീറ്റിംഗിന് സാൻബേർ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുമായിരുന്നു. ജീസസ് കുഡ് ഹാവ് സിൻഡ്. ഇപ്പം സംസാരിക്കാൻ പറ്റാത്ത ഒരാള് കള്ളം പറഞ്ഞില്ല എന്ന് പറഞ്ഞാല്
അതിനകത്ത് ഏതാണ്ട് വലിയ കാര്യമുണ്ട്. ഒരാൾക്ക് സംസാരിക്കാൻ കഴിവില്ല, അയ്യോ അയാൾ കള്ളവേ പറഞ്ഞിട്ടില്ല, എത്ര നല്ല മനുഷ്യൻ എന്ന് പറയുന്നതിൽ വലിയ കാര്യം വെച്ചാൽ അയാൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുണ്ട്. ഒരാൾക്ക് കാഴ്ച ശക്തി ഇല്ല, അയാള് കണ്ണുകൊണ്ട് മോഹിച്ചതേ ഇല്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിന് പാപം ചെയ്യാനുള്ള ഒരു സാധ്യത, പോസിബിലിറ്റി ഇല്ലാതെ ഉള്ള ഒരു ഇതിലാ കർത്താവ് വന്നിട്ടുള്ളതെങ്കിൽ കർത്താവ് എല്ലാത്തിനും ടെംപ്റ്റഡ് ആയിട്ട് എല്ലാം ജയിച്ചു എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. കർത്താവിന് പോസിബിലിറ്റി, പ്രോബബിലിറ്റി അല്ല, സാധ്യത, പോസിബിലിറ്റി. നമ്മൾ മലയാളത്തിൽ പ്രോബബിലിറ്റിക്കും പോസിബിലിറ്റിക്കും സാധ്യത എന്നുള്ള ഒറ്റ വാക്കാ ഉള്ളത്. എന്നാൽ പോസിബിലിറ്റി കർത്താവിന് സ്വന്തം ഇഷ്ടം ചെയ്യാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. കുഡ് ഹാവ് സിഡ്. എന്നാ കർത്താവ് അത് ചെയ്യാതെ യുനോ കർത്താവ് നമ്മെ പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും എബ്രായർ 4:15 ജീസസ് നമ്മെ പോലെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നേ. ടെസ്റ്റഡ് ഇൻ ഓൾ പോയിന്റ്സ് എവിടെ പറയുന്നേ? Hebrews 4:15 പറയുന്നത്. എഴുതി വെച്ചോ, ഒന്നുകൂടെ എഴുതി വെച്ചോ. അതൊക്കെ നമുക്ക് മിക്കവർക്കും അറിയാവുന്ന വാക്യങ്ങളെങ്കിലും നമ്മളത് ഓരോന്ന് പ്രാവശ്യം കേൾക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ എഴുതി വെക്കുമ്പോൾ നമുക്കത് കുറച്ചൊക്കെ തറവാവും. അപ്പൊ അങ്ങനെ അങ്ങനെ കർത്താവ് ആ ഗത്സമന തോട്ടത്തിന് അതിവ്യഥയോടെ അത് കർത്താവിന്റെ അതിവ്യഥയുടെ കാരണം എന്തായിരുന്നു? ഗത്സമന തോട്ടത്തില് എന്തായിരുന്നു? പിതാവിനോടുള്ള ആ ഒരു, നമ്മളത് സാങ്ക്ലിയറിന് വളരെ വ്യക്തമായിട്ട് സിമ്പിളായിട്ട് എപ്പോഴും പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു പാനപാത്രം, ഒരു പാനപാത്രം, ആ പാനപാത്രം എന്ന് പറഞ്ഞാല് ആ പാനപാത്രം കഴിയുമെങ്കിൽ നീങ്ങി പോകണമേ എന്ന് പറഞ്ഞ കർത്താവ് അവിടെ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്ന ആ പാനപാത്രം, അത് പിതാവിനോടുള്ള സ്നേഹ സംസർഗത്തിന്റെ ഒരു വിച്ഛേദനം ആയിരുന്നു ആ പാനപാത്രം എന്ന് പറയുന്നത്. എ ബ്രേക്ക് ഓഫ് ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ എന്ന് വെച്ചാല് ആ പാനപാത്രം താന് ക്രൂശിലെ പാപമായി തീരുമ്പോൾ കർത്താവ് പാപം വഹിച്ചു എന്ന് മാത്രമല്ല, കർത്താവ് പാപമായി തീർന്നു എന്നാണ് നമ്മളവിടെ 2 കൊരിന്ത്യർ 5:21 വാക്യത്തിൽ. അത് 20 വാക്യത്തിലാണോ? പെട്ടെന്ന് നമുക്ക് നോക്കാം. 20-21 എനിക്ക് ഇതിനൊരു കർത്താവ് നമുക്ക് വേണ്ടി പാപമായി തീർന്നു എന്ന് പറയുന്ന ആ വാക്യം 2 കൊരിന്ത്യർ 5:20 നമ്മുടെ സ്ഥാനപതികളാന്ന് പറയുന്നുണ്ട്, അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ 21 5 അവസാനത്തെ വാക്യം, 2 കൊരിന്ത്യർ 5 അവസാനത്തെ വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. കർത്താവ് പാപം വഹിച്ചു എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ബൈബിള് പറയുക കർത്താവ് പാപമായി തീർന്നു. പാപം അറിയാത്തവനെ പാപമായി തീർന്നു. അങ്ങനെ ആ പാപമായി തീരുമ്പോൾ ദൈവത്തിന്റെ പാപത്തിന് ശിക്ഷയായിട്ടുള്ള നിത്യ നരകാഗ്നി, പാപത്തിന്റെ ശമ്പളം മരണം, റോമർ 6:23 വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത്. ഇവിടെ പറയുന്നത് റോമൻ 6:23 അല്ലെ? അപ്പൊ ആ നിത്യമായിട്ടുള്ള മരണം, നിത്യ നരകയാതന, നിത്യ തീപ്പൊയ്കയിലുള്ള നിത്യമായിട്ടുള്ള ആ ദണ്ഡനം, ആ ശിക്ഷാവിധി, ആ ദൈവക്രോധം, അതെല്ലാം കൂടെ കർത്താവിന്റെ മേലേക്ക് വരാൻ പോവുകയാണ്. പിതാവിനോടുള്ള ആ ഒരു സ്നേഹ സംസർഗത്തിൽ നിന്ന് താന് വിച്ഛേദിക്കപ്പെടാൻ പോവുകയാണ്. അപ്പം നിത്യത മുതൽക്കേ കർത്താവ് ആദ്യം മുതൽക്കേ പിതാവിന്റെ വചനമായിട്ട് പിതാവിനോടുള്ള സ്നേഹ സംസർഗത്തില്, എപ്പോഴും പിതാവിനോടുള്ള സ്നേഹ സംസർഗത്തിൽ നിത്യത മുതലേ ആയിരുന്ന ആ ദൈവം താനൊരു 3 നാഴിക നേരം അല്ലേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. 3 നാഴിക നേരം ഇപ്പൊ ഫെലോഷിപ്പ് ഇപ്പൊ ഇത്ര ഇല്ലെങ്കിൽ എന്ത് ഇത്ര വലിയ കാര്യം, നമ്മൾ എത്ര നാള് ഫെലോഷിപ്പ് ഇല്ലാതിരിക്കുന്നു, നമ്മള് പാപം ചെയ്തിട്ട് മാനസാന്തരപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ള ഫെലോഷിപ്പ് ഇല്ലാതിരിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്ന് നമുക്ക് തോന്നി. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ പിതാവിൽ നിന്നുള്ള ആ ഒരു സ്നേഹ സംസർഗത്തിൽ നിന്നുള്ള ഒരു വിച്ഛേദനം എന്ന് പറഞ്ഞാൽ കർത്താവിന് ആലോചിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അത് അത് തന്റെ മുമ്പിൽ അടുത്തടുത്ത് വരുന്നു. താന് പിതാവിന്റെ കൂട്ടായ്മയിൽ നിന്ന്, അതായത് കൊച്ചു കുഞ്ഞ്, ഒരു 5-6 വയസ്സുള്ള ഒരു കുഞ്ഞ് പെട്ടെന്ന് ആൾക്കൂട്ടത്തിന്റെ നടുവില് ഒറ്റപ്പെട്ടു പോവുക. അതിന്റെ ഡാഡിയുടെ കൈ അല്ലെങ്കിൽ മമ്മിയുടെ കൈ വിട്ടു പോവാന്നിരിക്കട്ടെ, ഒരു ആൾക്കൂട്ടത്തിന് നടുവ് ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെടാൻ പോകുമ്പോൾ ഉള്ള ആ ഒരു കുഞ്ഞിന്റെ, അയ്യോ എന്റെ ഡാഡിയുടെ കൈ വിട്ടു പോകാൻ പോവുക, ഞാൻ ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നേ എന്ന് പറയുന്നത് പോലെ ഉള്ള ആ ഒരു നിസ്സഹായതയായിരുന്നു യേശുവിന്. അയ്യോ ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ കൂടെ, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നതല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ യോഹന്നാൻ 5:19-20 വാക്യങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കർത്താവ് പെട്ടെന്ന് ഈ പിതാവിന്റെ കൈ വിടാൻ പോവുകയാണ്, പിതാവിന് ഞാൻ വേർപെടാൻ പോവുകയാണ്. അപ്പൊ അത് ആലോചിച്ചുള്ള കർത്താവിന്റെ ജീവിതത്തിലുള്ള ഒരു ആത്മീയമായ ഒരു വ്യഥ, ഒരു സ്പിരിച്വൽ സോറോ, പരിശുദ്ധാത്മാവിന്റെ ഒരു ദുഃഖമായിരുന്നു കർത്താവിനെ ഉണ്ടായിരുന്നത്. അത് ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് കർത്താവിന്റെ ദേഹിയിലും ദേഹത്തിലൂടെ വേർപ്പ് രക്തമായി മാറിയതൊക്കെ ലൂക്കോസ് 22:44 നമ്മൾ വായിക്കുന്നുണ്ട്. ഹെമറ്റോഹൈഡ്രോസിസ് എന്നുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെന്നൊക്കെ മെഡിക്കൽ ഡോക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട്. എക്സ്ട്രീം ഭയങ്കര സിവിയർ സ്ട്രെസ്സിൽ, വളരെ സമ്മർദ്ദത്തില് നമ്മളുടെ കാപ്പിലറീസിലൊക്കെ ചില ബ്രേക്കിംഗ് ഉണ്ടായി, സ്വെറ്റ് ഗ്ലാൻസിനോട് കണക്റ്റഡ് ആയി സ്വെറ്റ് ബ്ലഡ് ആയി തീരുന്ന ഒരു ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞൊരു
മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് പോലും. അതാണ് ലൂക്കോസ് 22:44 കർത്താവിന്റെ ആത്മാവിലുള്ള വ്യഥ, കർത്താവിന്റെ ദേഹം ഉള്ളം കലങ്ങിയിരിക്കുന്ന കാര്യം നമ്മൾ മൈ സോൾ ഈസ് ഡീപ്ലി ഗ്രീവ്ഡ് എന്ന് പറയുന്നു. അത് ബോഡിയിലൂടെ വേർപ്പ് രക്തമായി തീരുന്ന ആ ഒരു വ്യഥ ഉണ്ടായിരുന്നു. ആ വ്യഥ ഉള്ളപ്പോഴും കർത്താവ് പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവനായിരുന്നു. എന്നുവെച്ചാൽ പിതാവിനുള്ള ബന്ധം അപ്പോഴൊന്നും വേർപെട്ടില്ല, ക്രൂശി മാത്രമേ വേർപെട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് പോലും കർത്താവിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന എന്തുണ്ടായിരുന്നു? സമാധാനം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞു വരുന്നേ. അപ്പൊ നമുക്ക് തിരിച്ചിനി ലൂക്കോസ് യോഹന്ന 14:27 നമ്മുടെ കുറിവാക്യം യോഹന്ന 14:27 ഞാൻ വായിച്ചിട്ട് ഞാൻ എങ്ങോട്ടൊക്കെയോ പോയതല്ല, മറിച്ച് കർത്താവിന്റെ സമാധാനം, കർത്താവിന്റെ ശുശ്രൂഷയും കർത്താവിന്റെ സമാധാനവും കർത്താവ് നമുക്ക് മുൻമാതൃകയാണെന്നുള്ള കാര്യവും അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞു വന്നേ. അവിടെ താന് ഈ ശിഷ്യന്മാരെ തന്നെ ഇത്രയധികം സ്നേഹിച്ച, താൻ ഇത്രയധികം സ്നേഹിച്ച, അവസാനത്തോളം ആ ശിഷ്യന്മാരെ സ്നേഹിച്ചതായിട്ടൊക്കെ യോഹന്നാൻ 13:1 വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്. ഇത്രയും സ്നേഹിച്ച ഈ ശിഷ്യന്മാരെയൊക്കെ പിരിഞ്ഞ് പിതാവിനാലും കൈവിടപ്പെടാനായിട്ട് പോകുന്ന ആ ഒരു സമയത്തും കർത്താവ് എപ്പോഴും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനായിരുന്നു. ഞങ്ങളിപ്പം എന്താ പറയാ, അവിടുന്ന് കാറിൽ ഇങ്ങോട്ട് വന്ന് തിരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പോയി ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഇങ്ങനെ ആ ഒരു കർത്താവിന്റെ കരുണ, ആ ഒരു സമാധാനത്തോടെ എല്ലാം ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ശരിയാണ്, നമ്മൾ വളരെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ അത്രയും കൂടെ സൗകര്യങ്ങളുടെ സമയം കളയരുത്. പക്ഷെ എങ്കിലും ഹൃദയത്തിൽ എന്തുണ്ട്? ഒരു സമാധാനം. അതാ നമ്മളിവിടെ വായിക്കുന്ന യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. അതായത് ഞങ്ങളുടെ പുതിയ വീട്ടിലെ 13 വേഴ്സസ് ഫ്രെയിം, അതായത് 12 വേഴ്സസ് ഫ്രെയിം, ഒരെണ്ണം 2 പ്രാവശ്യം, 13 വേഴ്സസ് ഫ്രെയിം അവിടെ എറണാകുളത്തിലെ രാജധാനി ഫോട്ടോകളിൽ ചെയ്ത് ഞാൻ തിരിച്ച് തലേദിവസം രാത്രിയിൽ അത് ശരിയാവും. ചില ദിവസം 10 മണിയായി അത് വാങ്ങിക്കും. അപ്പൊ വാങ്ങിക്കാൻ നിന്ന ആള് പുള്ളിനെ കളിയാക്കിയാണോ അതോ കാര്യമായിട്ടാണോ സാറേ ഇത് ഏതോ പള്ളിയിലോട്ട് കൊണ്ടുപോവാണോ എന്ന് ചോദിച്ചു. പറഞ്ഞല്ല, ഇതൊരു വീട്ടിലോട്ട് ഇത്രയും വേഴ്സസ് ഒക്കെ എഴുതി എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം പുള്ളി വളരെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാല് അവിടെ അതിനകത്ത് ഞാൻ ഈ വേഴ്സസ് ഓട്ടോപ്രൈസ് പറയുമ്പോൾ ഞങ്ങള് ഓരോ ബെഡ്റൂംസിലൊക്കെ അതിൽ അച്ഛന്റെ അമ്മയുടെയും ബെഡ്റൂമില് ഈ വാക്യമായി എഴുതി വെച്ചേക്കുന്നു. മാസങ്ങളായിട്ട് തന്നെ ഓരോ വേഴ്സസ് എവിടെ ഏതൊക്കെ വേഴ്സസ് എഴുതി വെക്കണമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ധ്യാനിച്ച് ഓരോന്നൊക്കെ ഫിക്സ് ചെയ്ത്, പക്ഷെ അവസാനം എവിടെ ചെയ്യണം എല്ലാം കൂടെ അവസാനം തലേദിവസം രാത്രിയിലായി സംഭവമൊക്കെ. പിന്നെ നമ്മുടെ പാമ്പ് പിടിച്ച് സൗകര്യങ്ങള് വെച്ചാൽ നമ്മുടെ പണിക്കാരൊക്കെ തലേദിവസം രാത്രിയിൽ അവിടെ ചെന്നൊക്കെ ഫിറ്റ് ചെയ്ത്, അതായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലത്തെ കാര്യം ഞാൻ പറയുക. അപ്പൊ ശ്രീലയും പറയുന്നുണ്ട്, വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വേഴ്സസ് അവിടെ വേണം. അതാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ വേറെ ഇനിയിപ്പം ബാക്കി ഇനി എത്ര വലിയ ലൈറ്റ് ഡെക്കറേഷൻ ഒന്നും അല്ല, നമുക്ക് ദൈവത്തിന്റെ വചനം അവിടെ അവിടെ അത് ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പം അച്ഛന്റെ അമ്മയുടെയും അവർക്കായിട്ടുള്ള ആ താഴത്തെ ഒരു ബെഡ്റൂമില് ഈ ഒരു വാക്യം ബെഡിന് മേലിലായിട്ട്, അപ്പൊ ആദ്യം ഇങ്ങനെ അതിൽ പറയുന്നത് ബെഡിന് മേലിൽ നമുക്ക് വലിയ സീനറിയും അതിലെന്തെങ്കിലും പ്രകൃതി ദൃശ്യം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സീനറി ഒക്കെ വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞു അത് വേണ്ട, പ്രകൃതി ഇരിക്കട്ടെ, പക്ഷെ പ്രകൃതിയുടെ കൂടെ എന്തെങ്കിലും ഒരു വചനം കൂടെ നമുക്ക് വേണം. വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ അർത്ഥം? അവിടെ ഒരു വചനം. അപ്പം ശ്രീകരയുടെ ആങ്ങളെയും ബാക്കി ഈവൻ ആ വേഴ്സസ് ഒക്കെ അവിടെ അത് എല്ലാം ആണിയടിച്ചൊക്കെ ഫിറ്റ് ചെയ്യുന്ന നമ്മുടെ പണിക്കാരും ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു സാന്ത്വനം തോന്നുന്നുണ്ട്. സ്ത്രീകൾ ആങ്ങൾ അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ എല്ലാം വളരെ ക്യൂരിയസ് ആയിട്ട് എല്ലാവരും ഇരുന്ന് വായിച്ചു നോക്കുന്നുണ്ടായിരുന്നൊക്കെ സ്ത്രീകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു സമാധാനം, ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ റൂമിൽ ആ ഒരു സമാധാനം, അവർക്ക് ദൈവം കർത്താവ് ആ ഒരു സമാധാനം യഥാർത്ഥത്തിൽ കൊടുക്കാൻ ഇടയാവണം. അച്ഛനും അമ്മയും അമ്മ ഇപ്പം ഓൺലൈനായിട്ടുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം. ഓക്കെ. അപ്പൊ അവിടെ യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, പീസ് ഐ ലീവ് വിത്ത് യു, പീസ്. ഐറീൻ എന്നുള്ള ഒരു വാക്കാണ്. ഐറീൻ എന്നുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ പേര് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഐറീൻ. ഐറീൻ എന്നുള്ള വാക്ക് ഗ്രീക്കില്, ഐറീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? പീസ്. ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ഐറീൻ എന്നുള്ള വാക്കാണ് അവിടെ പരിശുദ്ധാത്മ ഉപയോഗിച്ചിരുന്നത്. ഐറിൻ എന്നുള്ള വാക്ക്, ഐറോ എന്ന് പറഞ്ഞാൽ ടു ജോയിൻ, കൂടിച്ചേരുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേരുമ്പോൾ, കർത്താവിന്റെ മറുപടി ചാരുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ഇത് പീസ്, ഐറീൻ, സമാധാനം. ഞാൻ ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറയുമ്പം, ഇപ്പോ ഒരു ഗൾഫിലേക്ക് പോകുന്ന ഒരാള് അതെ എന്റെ വാച്ച് പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നിട്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെ ലാഘവത്തിൽ കർത്താവ് പറയുന്നു. പക്ഷെ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വാച്ച് തന്നിട്ട് പോയാൽ പിന്നെ ആ ഗൾഫിലോട്ട് പോകുന്ന പിന്നെ വാച്ചില്ല. പക്ഷെ കർത്താവിന് സമാധാനം തന്നിട്ട് തരുമ്പോൾ കർത്താവിന് സമാധാനം ഇല്ലെന്നല്ല എൻ്റെ അടുത്ത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ.
എന്ന് പറഞ്ഞാൽ ആ ഒരു അതുപോലെ എന്റെ സമാധാനം അത് കഴിഞ്ഞിട്ട് എന്റെ സമാധാനം എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. എന്താ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ച് പോകുന്നു എന്റെ സമാധാനം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലത്തിന്റെ മൂന്ന് തുടക്കത്തിലുള്ള മൂന്ന് ആസ്പെക്ട്സ് ഏതൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം. ലവ്, ജോയ്, പീസ്. അപ്പം മൈ ലവ് എന്ന് കർത്താവ് പറയുന്നത് യോഹന്നാൻ 15:9 വാക്യം. അത് അവിടെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലെ ആ വാക്യം എഴുതിയിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലെ ആ വാക്യം എന്റെ സ്നേഹം എന്റെ സ്നേഹത്തിൽ വസിക്കൂ എന്ന് പറയുന്ന ആ വാക്യം. പിന്നെ യോഹന്നാൻ 15 അതിന്റെ തൊട്ടടുത്ത വാക്യം 15:11 എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ സ്നേഹം. 15:19 സോറി 15:9 15:11 എന്റെ സന്തോഷം. പിന്നെ ഇവിടെ എന്റെ സമാധാനം 14:27 എന്റെ സ്നേഹം, എന്റെ സന്തോഷം, എന്റെ സമാധാനം. എന്റെ സമാധാനം, മൈ പീസ്. കർത്താവിൽ ഉണ്ടായിരുന്ന ആ സമാധാനം നമ്മളത് ആലോചിച്ച് നോക്കിയാല് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പേ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാല് ഇപ്പം 2025 2000 സോറി AD 30 കർത്താവ് ക്രൂശിക്കപ്പെടുന്നതെന്ന് നമ്മള് ചരിത്രത്തിൽ വായിക്കുന്നത്. BC 4 മുതൽ AD 30 വരെയുള്ള 33 വർഷക്കാലം ഈ ഭൂമിയിൽ നടന്നതൻ ചരണം എന്നൊക്കെ നമ്മൾ പാട്ടിൽ പാടുന്നത് പോലെ കർത്താവ് എത്ര സ്വകീയമായ ഒരു സമാധാനത്തോടെ ഈ ഭൂമിയിൽ നടന്നു. എന്നിട്ട് പറയാ എന്നില് കർത്താവിനെ ആൾക്കാരെ കല്ലെറിയാൻ വരുന്നു, കൊല്ലാൻ വരുന്നു, പരദൂഷണം പറയുന്നു, കർത്താവിനെതിരെ എന്തെല്ലാം ചെയ്യുന്നു. അപ്പോഴൊക്കെ ഇവർ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ ഒരു കർത്താവ്. ലൂക്കോസ് 23:34 അത് വായിക്കുന്നത്. എന്താ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് എവിടെ പറയുന്നത്? ലൂക്കോസ് 23:34. ആം ഐ നോട്ട് റൈറ്റ്? എന്റെ കറക്റ്റ് അല്ലേ? 23:34 അല്ലേ? ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാ. ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് എടുത്തു നോക്കിയോണ്ട് 23:34 തന്നെ ശരിയാ. 23 ലൂക്കോസ് 23:34 ക്രൂശിൽ കിടക്കുമ്പോഴും ആ സമാധാനം ഉണ്ട്. അതുകൊണ്ട് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ, ഞാൻ ഇവരോട് ക്ഷമിച്ചു കഴിഞ്ഞു, പിതാവെ അമ്മയും കൂടെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു കർത്താവിലുള്ള ഒരു സമാധാനം. ബാക്കി എല്ലാവരും എന്തെല്ലാം പറയുമ്പോഴൊക്കെയുള്ള ഒരു സ്വസ്ഥതയും സമാധാനവും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. അവിടെ കൺസൾട്ടേഷൻ റൂമിന്റെ ഫ്രണ്ടിലും ഉള്ളിലും രണ്ട് അത് മാത്രം 12 വേഴ്സ് ഫ്രെയിമിൽ ഒരെണ്ണം റെപ്പറ്റീഷൻ. അപ്പൊ അങ്ങനെ മൊത്തം 13. 13നോട് എന്താ ബ്രദറിന് ഇത്ര സ്നേഹം എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. ഞാൻ ജനിച്ചത് ഒരു 13-ാം തീയതിയാണ്. ലോകക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഖ്യയാണ് 13 എന്ന് പറയുന്നത്. ഞാൻ ഡിസംബർ 13-നാണ് ഞാൻ ജനിച്ചത്. സ്ത്രീകൾ ഡിസംബർ 12-ന്. അപ്പം ഞാൻ അതൊന്നും വിചാരിച്ചല്ല കേട്ടോ. പേഴ്സസ് എല്ലായിടത്തും വെച്ച് എന്നെ നോക്കിയപ്പോൾ അവസാനം 13 വന്നു എന്നുള്ളതേ ഉള്ളത്. ഞാൻ 13 ആക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. 12 വേഴ്സസ് ഫ്രെയിം ഈ അധ്വാനിക്കുന്നതിലും പാരഞ്ചുന്നതിലും കൺസലേഷനും ഫ്രണ്ടിലും ഉള്ളിലും അത് വെക്കുമ്പോഴും യുനോ അത് ആ ഒരു ആശ്വാസം, സാന്ത്വനം, കർത്താവിന്റെ ഒരു സാന്ത്വനം, കർത്താവിന്റെ ഒരു സമാധാനം. അതാ നമ്മളോട് വായിക്കുന്നേ. എന്റെ സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്നത് മാനുഷിക കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടിരിക്കുമ്പോൾ ഉള്ളൊരു സമാധാനം, എന്നാൽ കാര്യങ്ങളൊക്കെ വിപരീതമായിട്ടിരിക്കുന്ന സമയത്തും ഉള്ളൊരു സമാധാനം. അത് ലോകത്തിന് തരാൻ കഴിയാത്തതായ ഒരു സമാധാനം. അപ്പൊ അവിടെ ഗുണമേന്മയിൽ, ക്വാളിറ്റിയിൽ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു 3 കാര്യത്തിലെങ്കിലും ഒരു ഡിഫറൻസ്. ക്വാളിറ്റി, ഗുണമേന്മയിലുള്ള സമാധാനം. ഗുണമേന്മ എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവ് തരുന്ന സമാധാനം കർത്താവിന്റെ സമാധാനം. ക്വാളിറ്റി, ഹെവൻലി ക്വാളിറ്റിയാണ്. ഇത് ചൈന ബ്രാൻഡ് അല്ല, ജപ്പാൻ മെയ്ഡ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ US മെയ്ഡ് എന്നൊക്കെ പറയുന്നത്. നമ്മള് ചൈന ഐറ്റംസ് ഒക്കെ വളരെ ചീപ്പായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ചിലപ്പോൾ കിട്ടും. എന്താ പക്ഷെ ഇത് ബ്രാൻഡ് വേറേതാ എന്ന് പറയും. എന്ന് പറയുന്നത് തന്നെ ഇത് ഹെവൻലി ബ്രാൻഡാണ്. ഹെവൻലി ബ്രാൻഡായിട്ടുള്ള ഒരു സമാധാനം പരിശുദ്ധാത്മാവിന് മാത്രം തരാൻ കഴിയുന്ന ഒരു, പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ടുള്ള ഒരു സമാധാനം. യേശുവിലുണ്ടായിരുന്ന അതേ സമാധാനത്തിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടി അത്രയും താഴ്മ നമുക്കില്ല. എന്നാൽ ക്വാളിറ്റി നമ്മൾ കൂടുതൽ കൂടുതൽ താഴ്മയിലേക്കും മുറുകത്തിലേക്കും സമർപ്പണത്തിലേക്കും വരുമ്പം ആ ക്വാണ്ടിറ്റിയും അതിന്റെ അളവും കൂടിക്കൂടി വരും. അങ്ങനെ ഒരു നമ്മള് രക്ഷിക്കപ്പെടുമ്പം ഒരു സമാധാനത്തിന്റെ ഒരു കണിക നമുക്ക് ലഭിച്ചു. നാം വീണ്ടും വീണ്ടും സമ്പൂർണ്ണമായിട്ടും കർത്താവിനെ സറണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമാധാനം പിന്നെ അതൊരു കപ്പ് പോലെ ഇരുന്ന സമാധാനം, ഒരു പാനപാത്രം, കപ്പ് ഓഫ് സാൽവേഷൻ എന്നൊക്കെ 116-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യത്തിലല്ലേ. ഞാൻ പെട്ടെന്ന് വേഴ്സ് റെഫറൻസ് ഒക്കെ ഇങ്ങ് പറയുമോ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള വാക്യങ്ങള്. രക്ഷയുടെ പാനപാത്രം എന്ന് പറയുന്ന വാക്ക്, അതെ, 116-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വാക്യത്തിലെ രക്ഷയുടെ പാനപാത്രം, 116-ന്റെ 13 സങ്കീർത്തനം. അപ്പം രക്ഷയുടെ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു
അളവിലുള്ള ഒരു സമാധാനമാണെന്നിരിക്കട്ടെ. സാന്ത്വനമാണ്, സാന്ത്വനം എന്നാണല്ലോ ഇവിടെ വീടിന്റെ പേര് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ആ സാന്ത്വനം, കർത്താവിന്റെ ഒരു സമാധാനം, സ്വസ്ഥത, അതൊരു ഒരു കണിക അല്ലെങ്കിൽ സ്പൂണിന്റെ അളവെന്നോ ഒരു കപ്പിന്റെ അളവെന്നോ പറയുവാണെങ്കിൽ, പിന്നീട് നാം കുറച്ചുകൂടെ കർത്താവ് നമുക്ക് വെളിച്ചം തരികയും നമ്മൾ ആ ക്രൂസിന്റെ വഴിയെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടമെല്ലാം കർത്താവിന് വീണ്ടും വീണ്ടും സമർപ്പിച്ച ഒരു വട്ടപൂജ്യമായിട്ട് കർത്താവിന് മുമ്പാകെ ആയിരിക്കുകയും ചെയ്യുമ്പം ഈ സമാധാനത്തിന് അളവ്, ക്വാളിറ്റി ഡിഫറെന്റ് ആണ്, ക്വാണ്ടിറ്റിയും കൂടി കൂടി വരും. ഈ കപ്പ് എന്താവും? ഒരു കിണർ മാതിരി ആകും എന്നാണ് യോഹന്നാൻ 4 അധ്യായത്തിന് 14 വാക്യത്തില് അത് നിത്യജീവങ്കിലേക്കുള്ള നീരുറവയായി തീരും. നീരുറവ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വെൽ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പെഗൈ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പെഗൈ എന്നുള്ള വാക്ക് വെൽ ഫെഡ് ബൈ എ സ്പ്രിംഗ്, നീരുറവ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, നീരുറവയുള്ള കിണറെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പെഗൈ എന്ന് പറഞ്ഞൊരു പദമാണ് അവിടെ പരിശുദ്ധാത്മാവ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതൊരു നീരുറവയുള്ള ഒരു കിണർ പോലെ, കിണറിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ അതുപോലെ കുറച്ചുകൂടെ ഒരു വിശാലമായിട്ടുള്ള ഒരു അധികമായിട്ടുള്ള ഒരു സമാധാനം. പിന്നെന്താ, കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കപ്പിൽ വെള്ളം കുടിക്കാൻ കിടക്കുക, കപ്പിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദാഹിക്കും അല്ലേ. അപ്പൊ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ആ ഒരു അളവേ ഉള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പോഴാണ് ഇതൊരു കിണർ മാതിരി. കിണർ എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ ആവശ്യത്തിന് അത്യാവശ്യം കുറച്ച് അയൽവക്കക്കാർ വന്ന് കോരിയാലും കിണർ നിറഞ്ഞു നിൽക്കും. അപ്പം ബാക്കിയുള്ളവർക്ക് ബാക്കി പലർക്കും ഇത് പകർന്നു കൊടുക്കാനുള്ള ഒരു, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ യോഹന്നാൻ 3 അധ്യായത്തില രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞ എന്താ, വീണ്ടും ജനിച്ചാലല്ലാതെ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യം കാണാൻ പോലും പറ്റിയില്ലെന്ന് യോഹന്നാൻ 3:3-5 വാക്യങ്ങളിൽ നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നത് യോഹന്നാൻ 3 അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലേ. അതാ രക്ഷിക്കപ്പെടുന്നത്, രക്ഷയുടെ പാനപാത്രം, കപ്പിന്റെ അളവ്. യോഹന്നാൻ 4 അധ്യായമ്പോഴത്തേക്ക് ഒരു കിണറിന്റെ ഉദാഹരണം, നീരുറവുള്ള ഒരു കിണറിന്റെ ക്വാണ്ടിറ്റി. പിന്നെ യോഹന്നാൻ 7 അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ ഒരു നദി ഒഴുകുന്നതാണ് അല്ലെ, നദികൾ, റിവേഴ്സ്, ഒരുപാട് നദികൾ ഒഴുകുന്ന വലിയൊരു, അനേകർക്ക് ലോകത്തിന് അറ്റത്തോളം നദികളും ഒഴുകി അങ്ങ് ലോകത്തിന് അറ്റത്തോളം നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് വചനത്തിലൂടെ ദൈവത്തിന്റെ സമാധാനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന, ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു വർദ്ധിക്കുന്ന ഒരു അളവിലൊരു സമാധാനം ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് കർത്താവ് തരുന്ന സമാധാനത്തിന് ക്വാളിറ്റി ഡിഫറെന്റ് ആണ്, ഹെവൻലി ക്വാളിറ്റിയാണ്. ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യന്റെ ജീവിതം. അവന്റെ ശിഷ്യന്റെ ജീവിതം, നീതിമാന്റെ പാത എങ്ങനെ ആയിരിക്കും? ആദ്യം നല്ല വെളിച്ചമായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കെല്ലാം മങ്ങി മങ്ങി വരും. അങ്ങനെയാണോ? നീതിമാന്റെ പാത എങ്ങനെയായിരിക്കും? നമ്മളെ ഇങ്ങനെ ജഗ്ബേറിന്റെ ബർത്ത്ഡേക്ക് ആ വേഴ്സ് അവിടെ കോട്ട് ചെയ്ത് നമ്മളവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സദൃശവാക്യം 4:18 വാക്യം, നീതിമാന്റെ പാത അത് ഉദയസൂര്യന്റെ പ്രകാശം നട്ടുച്ചവരെ അത് വർദ്ധിച്ചു വരുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം, ഞാൻ എക്സാക്റ്റ് ആയിട്ട് അതങ്ങ് വായിക്കാം. സദൃശവാക്യം നമ്മളിവിടെ യോഹന്നാൻ 14 വിരലുണ്ട്. നമ്മൾ സദൃശവാക്യം 4:18 വരുമ്പോൾ ഇത് വർദ്ധിച്ച് വരണം. അതാ നീതിമാന്റെ പാത എന്ന് പറഞ്ഞാൽ ഈ ക്രൂസിന്റെ പാതയാ നീതിമാന്റെ പാത, ജീവന്റെ പുതുവഴി എന്നൊക്കെയാണ് ആ വഴിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് എബ്രായർ 10:19-20 വാക്യങ്ങളിലെ ജീവന്റെ പുതുവഴി എന്ന് പറയുന്നത് ക്രൂസിന്റെ പാത എന്ന് പറഞ്ഞാല്, ക്രൂസിന്റെ പാത വേറൊന്നുമല്ല, എന്റെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടം. നിൻ വഴിനാഥ ആയിട്ട് നിന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പേ ആ പാട്ട് പാടുന്ന ഞാൻ കേട്ടു ഓൺലൈനായിട്ട്. നിൻ വഴിനാഥ ആയിടട്ടെ, എന്റെ ഇഷ്ടം പോലെ അല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ അതാണ് ജീവന്റെ പാത. അപ്പൊ ആ പാതയിൽ നടക്കുന്നവനാ നീതിമാൻ. നീതിമാന്റെ പാത, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന് വെളിച്ചം പോലെ. പ്രഭാതത്തില് ആദ്യം 6:30 പ്രഭാതത്തിന് വെളിച്ചമുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നട്ടുച്ച വരെ അധികം ശോഭിച്ചു വരുന്നു. പ്രഭാതത്തിന് വെളിച്ചം ഉണ്ടായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ശരിയാണ്, കാർമേഘമൊക്കെ വന്നാൽ ചിലപ്പോൾ ഒന്ന് മൂടൽ പോലെ നമുക്ക് തോന്നും, പക്ഷെ എങ്കിലും അവിടെ വെളിച്ചമുണ്ട്. നട്ടുച്ച ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് നമുക്ക് മറ്റേ പ്രഭാതമാകുമ്പോൾ സൂര്യനെ നമുക്ക് നോക്കാൻ പറ്റും അല്ലേ. പ്രഭാത സൂര്യന് സന്ധ്യാസമയത്ത് നല്ല വട്ടത്തില് സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ അറ്റ്ലീസ്റ്റ് പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നട്ടുച്ച 12 മണി സമയത്ത് നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കണ്ണ് അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ ഭയങ്കര വെളിച്ചമായിരിക്കും. അപ്പൊ അതുപോലെ ആയിരിക്കും നീതിമാന്റെ പാത എന്ന് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ, സമാധാനം, കർത്താവ് നമുക്ക് വരുന്ന സാന്ത്വനം, സമാധാനം, സ്വസ്ഥത, ആശ്വാസം, സ്നേഹം, സന്തോഷം, എല്ലാം ആത്മീയമായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും അത് വർദ്ധിച്ചു വരും ഈ നീതിമാന്റെ പാതയിലൂടെ നമ്മൾ നടക്കുവാണെങ്കിൽ. അതായത് എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം അത്രയെന്നും പറഞ്ഞ് നമ്മൾ താഴ്മയോടെ നമ്മളതിനെ താഴ്ത്തി നടക്കുവാണെങ്കിൽ അത് കൂടിക്കൂടി വരും. അപ്പൊ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. പിന്നെ പ്ലേസ്മെന്റ് എവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയത്?
നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന സമാധാനം നമ്മുടെ ആത്മാവിലേക്ക് ആദ്യമായിട്ട് പകരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ആ സമാധാനം വന്ന് പകരുന്നു. അത് നമ്മളുടെ ദേഹിയിലേക്കും, ദേഹി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തൊക്കെയുണ്ട് ദേഹിയില്? നമ്മളുടെ ചിന്തകള്, വികാരങ്ങള്, തീരുമാനങ്ങള്, തോട്ട്സ്, ഇമോഷൻസ്, ഡിസിഷൻസ്. അത് മൂന്നും നമ്മുടെ ദേഹിയിൽ, സോളിലുള്ള. അപ്പം നമ്മളുടെ നമ്മുടെ മനസ്സ്, തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങള്, അതിലേക്കൊക്കെ ഈ സ്വസ്ഥത സമാധാനമൊക്കെ അങ്ങ് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ചിന്തകളെ ഈ സമാധാനം സ്വാധീനിക്കാൻ തുടങ്ങും. ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് നെട്ടോട്ടോടി പോകുമ്പോഴും ഞങ്ങൾ പറയാം, ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നില്ല, കർത്താവിന് ഒരു പേർപ്പസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇന്ന് ഇത് സാക്ഷിച്ച് ഈ സമാധാനത്തിലൂടെ കടന്നു വന്ന് വേണ്ടേ പറയാൻ. ഈ ഇങ്ങനെ ചില ടെസ്റ്റിംഗ് സിറ്റുവേഷൻസിൽ സമാധാനം ദൈവത്തിന് തരാൻ പറ്റുമെന്ന് വന്ന് ഇവിടെ വെറുതെ വന്ന് വേണമല്ലോ ഇവിടെ നിന്ന് പറയാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാം കർത്താവ് നന്മയ്ക്കായിട്ടാണ്. അപ്പം ആ ഒരു ദേഹി, അതായത് ആത്മാവിൽ നിന്ന് ദേഹിയിലേക്ക് അത് നിറഞ്ഞു കവിയുന്നു. ദേഹിയിലോട്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്തകള്, സമാധാനത്തിന്റെ ചിന്തകള്, ബാക്കിയുള്ളവരുടെ കയ്പും വിരോധവും വഴക്കും പ്രശ്നവും അങ്ങനെയുള്ള കയ്പിന്റെയും വിരോധത്തിന്റെയും വെപ്രാളത്തിന്റെയും ചിന്തകളെല്ലാം മറിച്ച് സമാധാനത്തിന്റെ ചിന്തകൾ. അപ്പം നമ്മുടെ വികാരങ്ങളിലും നമ്മുടെ ഫീലിങ്സിലും ഒരു സമാധാന സ്വസ്ഥത. ആ സ്വസ്ഥത ഫീലിങ്സിലൊക്കെ തുടങ്ങുന്നേ, പക്ഷെ ആത്മാവിൽ നിന്ന് തുടങ്ങുന്നത് ഫീലിങ്സും റിഫ്ലക്റ്റഡ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തീരുമാനങ്ങളെയും അത് നമ്മളെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം അത്രയും പറഞ്ഞ് വീണ്ടും ആ സമാധാനത്തിന് വഴിയെ പോകാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ജീവൻ തന്നെ നമ്മളെ സഹായിക്കും. അത് പിന്നെ നിറഞ്ഞു കവിഞ്ഞ് എങ്ങോട്ട് ഒഴുകും? നമ്മളുടെ ആത്മാവ് ദേഹി ദേഹം എന്നെവിടെ പറയുന്നേ? 1 തെസ്സലോനിയർ 5:23. 1 തെസ്സലോനിയർ 5:23 പറയുന്നത് ആത്മാവ് ദേഹി ദേഹം, സ്പിരിറ്റ് സോൾ ബോഡി. ആ ഓർഡറിൽ തന്നെ അവിടെ പറയുന്നത്. നമ്മൾ ഒരുപാട് ദേഹം ദേഹി ആത്മാവ് തന്നെ കാഷ്വലായിട്ട് പറഞ്ഞു, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്ന ഓർഡർ എന്താ? സ്പിരിറ്റ് സോൾ ബോഡി, ആത്മാവ് ദേഹി ദേഹം. അപ്പം ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ്, അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ കർത്താവ് തരുന്ന സമാധാനത്തിന്റെ ക്വാളിറ്റി, ഗുണമേന്മ വ്യത്യാസമുണ്ട്. ഹെവൻലി ബ്രാൻഡാണ്, ഇൻക്രീസിങ് ആണ്, ഇത് കൂടി വരും. ചിലർ പറയും 10 years ഗ്യാരണ്ടി, ലൈഫ് ടൈം. ഞങ്ങളുടെ ബ്ലൈൻഡ്സ് കിട്ടിയാൽ പറഞ്ഞ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് സാർ, എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് തരും എന്ന് പറഞ്ഞാൽ ഇത് ഗുണമേന്മ കൂടി വരുമെന്ന് അവര് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ എങ്ങനെയാണെന്നുള്ള കാര്യം കണ്ടറിയണം. ഞാൻ വെച്ചാൽ ആ ഗുണമേന്മ, ഇതിന്റെ ഗുണമേന്മ വ്യത്യാസമാണ്, ഇതിന്റെ അളവ് കൂടി വരും. കർത്താവ് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തില അല്ലാത്തത്? ഞാനിപ്പോ ഒരു 4 കാര്യത്തിലാണ് പറയാൻ പോകുന്നത്. ഗുണമേന്മയില്, ക്വാണ്ടിറ്റിയില് വ്യത്യാസമുണ്ട്. പ്ലേസ്മെന്റ്, ഇത് എവിടെ ആദ്യം കർത്താവ് പകരുന്ന, ആത്മാവിൽ നിന്ന് പകർന്ന് ദേഹിയിലോട്ട്, പിന്നെ അത് ദേഹത്തിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹത്തിൽ എന്തൊക്കെയാ ഉള്ളേ? നമ്മളെ നാവുണ്ട്, നമ്മളെ കണ്ണുകള്, മുഖഭാവങ്ങള്, നമ്മളെ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, ഇതെല്ലാം നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനോ ഭയങ്കര ദേഷ്യവും ക്രോധവുമായിട്ട് ഇരിക്കുന്നവര് എന്താ ഉഗ്ര ഇത് എന്താ പറഞ്ഞേ, ഉഗ്രരൂപമല്ല, മറിച്ച് എക്ലേസിയാസ് വാക്യം നമ്മൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്ലേസിയാസ് സഭാപ്രസംഗി 8:1 എന്താ വായിക്കുന്നേ? ദൈവത്തിന്റെ ജ്ഞാനം ഒരു മനുഷ്യനിൽ വരുമ്പോൾ അവന്റെ മുഖം കൂടുതൽ കാഠിന്യമുള്ളതായി തീരുമെന്നാണോ എക്ലേസിയാസ്റ്റസ്? ചിലരോട് ഞാൻ പറയാം, ചിരിക്കുന്നതിന് എന്താണ്ട് പൈസ പോകും, ഒന്ന് പുഞ്ചിരിച്ചു, ഒന്ന് മസിൽ പിടിച്ചിരിക്കാതെ. ശാസ്ത്രീയമായിട്ട് അനാറ്റമിക്കലി പറയുവാണെങ്കിലും അനാറ്റമി ഒക്കെ പറഞ്ഞ ഡോക്ടർമാർ പാസ്സായിട്ടുള്ള ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ചിരിക്കാനുള്ള മസിൽസിന്റെ എണ്ണവും ദേഷ്യപ്പെടാനുള്ള മസിൽസ്, നമ്മുടെ ഫേഷ്യൽ മസിൽസ്, മുഖത്ത് പല മസിൽസ് ഉണ്ട്, പേശികളുണ്ട്. അപ്പം ചിരിക്കാൻ കുറച്ച് പേശികൾ മതി. ദേഷ്യം ഫ്രൗൺ ചെയ്ത്, എനിക്ക് ഫ്രൗൺ ചെയ്യുന്നതിന് അഭിനയിക്കാൻ തന്നെ പാടാം. അപ്പൊ ഈ ഫോട്ടോയ്ക്ക് അവിടെ വീഡിയോ എടുക്കാതെ വന്നപ്പം മറ്റേ നമ്മുടെ പണിക്കാർ പറഞ്ഞ ആ ഡോക്ടറോട് പിന്നെ ചിരിക്കാതിരിക്കേണ്ട എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ബാക്കി ആ സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുമോ. അതുകൊണ്ട് തന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ചിരിക്കേണ്ടാത്ത എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ബാക്കിയുള്ള സമയത്ത് എപ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ അത് ദൈവം സഹായിച്ച് എനിക്ക് തന്നൊരു ടെമ്പറമെന്റും കൂടെ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഹൃദയത്തിൽ നമുക്കൊരു സമാധാനം ഉള്ളപ്പോൾ അതിന് റിഫ്ലക്ട് ചെയ്യും. വെച്ചാൽ ഓക്കെ, നമ്മളിങ്ങനെ ഭയങ്കര ഇതായിട്ടിരുന്ന ആൾക്കാർക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ ഉള്ള സമാധാനം കൂടെ പോകും. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മളിവിടെ വായിക്കുന്നത്? ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ? എക്ലേസിയാസ് സഭാപ്രസംഗം 8:1 കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവൻ ആര്? മനുഷ്യന്റെ ജ്ഞാനം, അതായത് മനുഷ്യന് ദൈവം തരുന്ന ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവന്റെ മുഖത്തിന്റെ കാഠിന്യം മാറിപ്പോകുന്നു. A man's wisdom illumines his face and causes his stern face to beam.
സദൃശ്യവാക്യം 15:13 ഞാൻ ക്രോസ് റെഫറൻസ് ആയിട്ട് പണ്ടെന്നോ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ സദൃശ്യവാക്യം 15 ഞാൻ ക്രോസ് റെഫറൻസ് എഴുതി വെക്കുന്നതിന് ഗുണം. ഈ ബൈബിളിൽ നിന്ന് അവിടെ മറന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് വന്നതിന് ഗുണമുണ്ടല്ലേ. ഞാൻ വേറെ ഏത് ബൈബിൾ എടുത്തും ദിവസം അയച്ച് വചനം പറയാൻ വചനം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഓൺലൈനായിട്ടുള്ള സൗകര്യങ്ങൾക്കൊന്നും പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. റെക്കോർഡിങ് എല്ലാം പ്രയാസമൊക്കെ ഓർത്താ പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങ് പോയി എടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സദൃശ്യവാക്യം എക്ലേസിയാസ്റ്റസ് 8:1 നിന്ന് പെട്ടെന്ന് നമ്മൾ എങ്ങോട്ട് കറണ്ട് ലൊക്കേഷൻ എങ്ങോട്ട് വന്നു? സദൃശ്യവാക്യം പ്രോവേർബ്സ് 15:13 എന്താ പറയുന്നേ? 15:1 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ജെന്റിൽ ആൻസർ നമ്മൾ പലപ്പോഴും പറഞ്ഞു, മൃദുവായ. ഞാൻ കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ഓർത്ത് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അറിയാവുന്ന ലോങ് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഷോർട്ട് ടൈം മെമ്മറിയിലോട്ട് ഉള്ളത് ലോങ് ടൈം മെമ്മറിയിലോട്ട് ആക്കാൻ എൻട്രൻസ് പഠിക്കുമ്പോൾ ട്രിക്ക് മനസ്സിലായല്ലോ നീറ്റ് അല്ലേ? ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കോറിലേറ്റ് ചെയ്ത് പഠിച്ച് കുറച്ചുകൂടെ ഓർത്തിരിക്കും അല്ലേ? അപ്പൊ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന അതിന്റെ വിചാരം. പ്രോവേഴ്സ് 15:1 നമ്മൾ എപ്പോഴും കോട്ട് ചെയ്യുന്ന വാക്യമാണ്. മൃദുവായ ഉത്തരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതേ പ്രോവേഴ്സ് 15 തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്യം, ഇഷ്ടമില്ലാത്ത നമ്പർ എന്താ? 13. നമുക്ക് ഞാൻ ഇഷ്ടമില്ലാത്ത ഞാൻ പറഞ്ഞ 13 നമുക്ക് നമ്മളിപ്പോ 13ന്റെ കാര്യം പറഞ്ഞില്ല. ഇപ്പൊ സദൃശ്യവാക്യം 15:13 എന്താ വായിക്കുന്നേ? സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു, മേക്സ് എ ചിയർഫുൾ ഫേസ്. ബട്ട് വെൻ ദ ഹാർട്ട് ഈസ് സാഡ്, ഹൃദയത്തിൽ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. ദ സ്പിരിറ്റ് ഈസ് ബ്രോക്കൺ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് മുഖത്തും നമ്മളുടെ ആത്മാവിൽ നിന്ന് ദേഹിയിലോട്ട് പിന്നെ ദേഹത്തിലൂടെയും ഇത് റിഫ്ലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ മുഖത്ത്, നമ്മുടെ കണ്ണുകളില്, പിന്നെ നമ്മൾ പറയുന്ന വാക്കുകളില് ഈ സമാധാനം, സ്വസ്ഥത, ആശ്വാസവും സാന്ത്വനവും ഒക്കെ റിഫ്ലക്ട് ചെയ്യും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നിങ്ങളാണ് കാരണം, അങ്ങനെ നീയാണ് കാരണം. ഇപ്പൊ ബാഗ് പറഞ്ഞു വെച്ചത് നിങ്ങൾ എന്നെ ഓർപ്പിച്ചില്ല, നിങ്ങൾ അത് ചെയ്തില്ല, നിങ്ങൾ എന്നെ എടുത്തു വെക്കാൻ ചെയ്യുന്നത് പരസ്പരം കുറ്റപ്പെടുത്തുന്നതാണ് സമാധാനം ഇല്ലാത്തതിന്റെ ലക്ഷണം. എന്നാൽ സമാധാനം ഉള്ളപ്പം നമ്മൾ ബാക്കി ആരും കുറ്റപ്പെടുത്തുന്നത് ശരിയാണ്, ദൈവം അനുവദിച്ചു, അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു സമാധാനം നമ്മുടെ നാവിലൂടെ, നമ്മുടെ മുഖത്തൂടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തികളുടെ കൈകാലുകളിലൂടെ നമ്മൾ പലയിടത്ത് പോകുന്നു, പ്രവർത്തിക്കുന്നു. ആ കാര്യങ്ങൾ സമാധാനത്തിന് സുവിശേഷത്തിന്റെ ചെരുപ്പിന്റെ ഒരുക്കം എന്നൊക്കെ ഉള്ള സമാധാന സുവിശേഷമായിട്ടുള്ള ഒരുക്കം എന്ന ചെരുപ്പിന്റെ കാര്യമൊക്കെ നമ്മൾ എഫേസ്യർ 6-ാം അധ്യായത്തില് അതിന്റെ 12 മുതലുള്ള 13 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും സമാധാനത്തിന് സുവിശേഷമാണ്. അപ്പൊ അവിടെ ആ സമാധാനം നമ്മളുടെ കാലുകളിലും എല്ലാം ഈ സമാധാനം വ്യാപരിക്കും. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഈ സമാധാനം വിതയ്ക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഗുണമേന്മയിൽ വ്യത്യാസമുണ്ട്, അളവിൽ കൂടിക്കൂടി വരുന്നു. പിന്നെ ഇത് ആത്മാവിൽ പ്ലേസ് ചെയ്ത് ദേഹിയിലോട്ട്, ദേഹത്തിലൂടെ വ്യാപരിക്കുന്നതാ. എന്നാൽ ലോകം തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലോട്ടറി അടിച്ച്, പെട്ടെന്ന് ശമ്പളം ഉയർവുണ്ടായി, പെട്ടെന്ന് ഇന്ന് ഹെൽത്ത് ആൻഡ് വെൽത്ത് പ്രോസ്പെറിറ്റി ഗോസ്പലുകാർ പറയുന്നതിന്റെ ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പ്രൈസ് ലോട്ട്. ബാക്കിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം എന്തായിരിക്കും അവിടെ ഒരു ഉത്തരവില്ലാതെ വരും. പക്ഷെ എന്തുണ്ടെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് മുമ്പേ രാജ്യനീതി അന്വേഷിക്കുന്നത്, ദൈവം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് നീടുള്ള കാര്യങ്ങളൊക്കെ, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് അവരുടെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം എല്ലാം കർത്താവ് തന്നോളും. മത്തായി 6:33 ഫിലിപ്പിയർ 4:19 ഒക്കെ നമുക്കറിയാം. എന്നാൽ ചില കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില കാര്യങ്ങൾ നടക്കുമ്പോഴും അവിടെ സമാധാനം, അത് ലോകത്തിന് തരാൻ കഴിയാത്തൊരു സമാധാനമാണ്. അപ്പൊ പ്ലേസ്മെന്റിന് വ്യത്യാസമുണ്ട്. പിന്നെ 4മത്തെ ഒരു കാര്യം കൂടെ, കർത്താവ് തരുന്ന വിധം. കർത്താവ് എങ്ങനെ സമാധാനം തരുന്നേ? നമ്മുടെ ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക് ഈ സമാധാനം കൊണ്ട് തരണമെങ്കിൽ ആത്മാവിനെ കെട്ടിയടച്ചേക്കുന്ന ഒരു സംഭവം ഉണ്ടെന്ന് എപ്പോഴും പറയാം. അതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ഇപ്പോഴും നമ്മൾ പറയുന്ന കാര്യം എന്താ? ആത്മാവിനെ കെട്ടിയടച്ച് എന്തുണ്ട്? ആത്മാവിന്റെ ദേഹിയുടെ ഇടയിൽ തിരശ്ശീലയുണ്ട്. അവിടെ ശ്രീലയുടെ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയപ്പോഴും ശ്രീല പറയുന്നത് തിരശ്ശീല ചിന്തി എന്ന് വെച്ചാൽ നമ്മള് എപ്പോഴും തിരശ്ശീല ചെയ്യുന്ന എന്ത് പറഞ്ഞാല് ആ തിരശ്ശീല ചിന്തി എപ്പോഴും നമ്മളത് പറയുന്ന ഒരു വാക്യമായതുകൊണ്ട് നമ്മുടെ ജഡമാകുന്ന തിരശ്ശീല എന്ന് നമ്മളിവിടെ എബ്രായർ 10:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദേഹം എന്ന തിരശ്ശീല എന്ന് മലയാളത്തിന്റെ തെറ്റായ ട്രാൻസ്ലേഷൻ സത്യവേദ പുസ്തകത്തിൽ ജഡമാകുന്ന തിരശ്ശീല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് കർത്താവ് ലോകം തരാത്ത സമാധാനം എന്ന് പറയുമ്പോൾ ലോകം തരുന്ന ഗുണമേന്മയല്ല, അളവല്ല, സ്ഥാനമല്ല, പിന്നെന്താ, വിധമല്ല. ലോകം തരുന്നത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടിരിക്കും. നമ്മുടെ ദേഹിയിൽ ഒരു സന്തോഷം, ലോട്ടറി അടിച്ചു, ശമ്പള ഉയർവുണ്ടായി, അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു, അപ്പൊ നമുക്ക് വലിയ സന്തോഷം, സമാധാനം. കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രശ്നം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്കലാപ്പ് വരും. ഇത് ലോകത്തിന്റെ സമാധാനമാണ്. പക്ഷേ കർത്താവ് തരുന്ന സമാധാനം ആത്മാവിലാ തരുന്നത്. ആത്മാവിൽ തരണമെങ്കിൽ ഈ ജഡത്തിലൊരു എന്ത് വീഴണം? വാള് വീഴണം. അപ്പൊ ഇവിടെ സമാധാനം ആ കർത്താവ് തരാൻ വരുന്നെന്ന് പറഞ്ഞു. ഇതേ കർത്താവ് തന്നെ കുറച്ച് മുമ്പേ മാറ്റി പറയുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ മത്തായി 10-ാം അധ്യായത്തിൽ പറയുന്ന വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
മത്തായി 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുക, ഞാൻ സമാധാനം തരാനൊന്നും അല്ല കേട്ടോ വന്നത്, വാളും കൊണ്ടാ വന്നതെന്നാ പറയുന്നത്. എന്താ കർത്താവ് ഇങ്ങനെ മാറി തിരിഞ്ഞും പറഞ്ഞേ? അതാ കർത്താവ് തരുന്ന വിധത്തിന്റെ വ്യത്യാസം. അതും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തട്ടെ. മത്തായി 10:34 എന്താ പറയുന്നത്? ഡു നോട്ട് തിങ്ക്, എന്താ അങ്ങനെ എന്ന് നിരൂപിക്കരുത്. എന്ത് നിരൂപിക്കരുത്? ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. ഭൂമിയിൽ സമാധാനം വരുത്താന് കർത്താവ് ഇപ്പോഴല്ല വന്നതല്ല. കർത്താവ് ആ ഭൂമിയിൽ സമാധാനം, ഭൂമിയിൽ ഒട്ടാകെ ഒരു സമാധാനം വരുന്നത് കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലായിരിക്കും. ഇന്ന് നമ്മളുടെ ആത്മാവിലെ കർത്താവ് സമാധാനം തന്ന്, അങ്ങനെ കർത്താവിലേക്ക് വരുന്നവരുടെ ആത്മാവില് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിലൊക്കെ സമാധാനം ഉണ്ടാവും. എന്നാൽ ഭൂമിയിൽ ഒരു സമാധാനം, ഒരു പൊളിറ്റിക്കൽ പീസ്, ഒരു രാഷ്ട്രീയ സമാധാനം, ഒരു കോംപ്രമൈസ്, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ശരി, ആ വിശ്വാസം ശരി, ഈ ഉപദേശം ശരി, ആ ഉപദേശം ശരി, എല്ലാം ശരി എന്ന് പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഒരു കോംപ്രമൈസ് ചെയ്ത്, വിട്ടുവീഴ്ച ചെയ്ത്, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, എല്ലാ നദികളും കടലിലേക്കല്ലേ എന്നൊക്കെ പറയുമ്പം ബാക്കി ആൾക്കാർക്ക് ഭയങ്കര സന്തോഷവും, എത്ര നല്ല ക്രിസ്ത്യാനി, പക്ഷെ യേശു മാത്രമേ വഴിയുള്ളൂ, യേശുവിലൂടെ രക്ഷപ്പെടുന്നു പറയുമ്പോൾ ഇവരത്ര ഇടുങ്ങിയ ചിന്താഗതിക്കാർ, ഉള്ള സമാധാനോടെയൊക്കെ എടുത്താൻ വേണ്ടി വന്നേക്കുന്നത് എന്ന് പറയും. അപ്പൊ ഭൂമിയിൽ നമ്മൾ ഈ പറയുന്ന ഈ സമാധാനത്തിന്റെ കാര്യം പറയുന്നത് ഭൂമിയിൽ അസമാധാനം ഉണ്ടാവും വെച്ചാല്, അതിന്റെ തൊട്ടടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? മനുഷ്യന്റെ 35-ാമത്തെ വാക്യം, മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിയമ്മയോടും ഭേദിപ്പിക്കുവാൻ അത്രേ ഞാൻ വന്നത്. ഞാൻ ഈ സമാധാനത്തെ സുവിശേഷമൊക്കെ അനുഭവിച്ച് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും ഒന്നാം നമ്പർ ശത്രുക്കൾ ആരാന്ന് ചോദിച്ചാൽ എന്റെ അച്ഛനും അമ്മയായിരുന്നു, എന്റെ സഹോദരങ്ങളായിരുന്നു. ഈ സ്ത്രീകളുടെ കാര്യത്തിൽ അത് തന്നെ. എനിക്കൊന്ന് ഇവിടെ രാജേഷ് പേർക്ക് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ ആദ്യം അപ്പനമ്മമാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വീട്ടുകാർക്ക് തന്നെ ആദ്യം പെട്ടെന്ന് ഇവൻ എന്തോ പറ്റി, ഇവനെ ആരും ബ്രെയിൻ വാഷ് ചെയ്ത്, ഇവനെ എന്തോ കുഴപ്പമുണ്ട്, പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഈ ഒരു സമാധാനത്തിന്റെ ഈ ഒരു സുവിശേഷം ഒരാളിൽ വരുമ്പം അയാളുടെ ഹൃദയത്തിൽ ദൈവം സമാധാനം തരുന്ന, ബാക്കിയുള്ളവരൊക്കെ ശത്രുക്കളായിട്ട് മാറുന്നു. അപ്പൊ അതാ കഥ പറയുന്നത്, സമാധാനം തരാനല്ല ഞാൻ വരുന്നത്, ഒരു വാള് കൊണ്ടുവരാനാണ് ഞാൻ വന്നത്. അതാ 34-ാമത്തെ വാക്യം, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ, 34-ാമത്തെ വാക്യം വന്നതെന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാള് അത്ര, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പീസ്, ഒരു രാഷ്ട്രീയ തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലുള്ള ഒരു സമാധാനമല്ല, കുറച്ചൊരു വാള് കൊണ്ടുവരാൻ. ഈ വാള് കൊണ്ടെത്തുന്നതിനെ കർത്താവ് വരുന്നേ, ഈ വാളെന്തുവാ? കർത്താവ് വാളും പിടിച്ചോണ്ട് വന്നോ? കർത്താവ് പറയുന്ന വാളെന്താ? വചനത്തിലൊരു വാളേ ഉള്ളൂ, വചനമാകുന്ന വാള്. റെഫറൻസ് ഞാൻ പെട്ടെന്നൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എബ്രായർ 4:12 വാക്യം, പിന്നെ എഫേസർ 6 എബ്രായർ 4:12 എന്താ പറയുന്നത്? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളിലും മൂർച്ചയുള്ളത് ദൈവവചനമാകുന്ന വാള്. കർത്താവ് കൊണ്ടുവന്ന ആ വചനം, അത് നമ്മുടെ ജഡത്തെ ഛേദിച്ച് ചീന്തിക്കളഞ്ഞ് വേണം ഈ ആത്മാവിൽ ആ സമാധാനം പകരേണ്ടത്. അതാ ഗുണമേന്മയിൽ വ്യത്യാസമുണ്ട്, അളവിൽ വ്യത്യാസമുണ്ട്, സ്ഥാനത്തിൽ വ്യത്യാസമുണ്ട്, വിധത്തിൽ വ്യത്യാസമുണ്ട്. അത് കർത്താവ് തരുന്ന സമാധാനം തരുന്ന വിധം എങ്ങനെയാ? നമ്മളുടെ സ്വയത്തെ, നമ്മുടെ ജഡമാകുന്ന നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ, ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ സമർപ്പിക്കുമ്പോഴാ കർത്താവിന്റെ ആ വചനമാകുന്ന വാള് നമ്മുടെ ജഡമാകുന്ന തിരശ്ശീലയെ ഒന്ന് ചീന്താനും. അങ്ങനെ ആ വാളിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ വാളിലൊരു ജ്വാലയുണ്ട്. വാളിന്റെ ജ്വാലയുമായിട്ടാണ് കെരൂബിനെ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാനായിട്ട് നിർത്തിയത്. ഇവിടെ ഉൽപ്പത്തി 3:24 ആദാമിനെ അവയൊക്കെ അവരെല്ലാം പുറത്തായി, ഈ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നീതിമാന്മാരുടെ പാത, ജീവന്റെ പുതുവഴി, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ, ക്രൂസിന്റെ പാതയാണ് അത്. ആ വഴി കാപ്പാനായിട്ട് നിൽക്കുന്നത് തിരിയുന്ന വാളിന് ജോലിയുണ്ട്. എല്ലാ ഡയറക്ഷനിലും വാള. അത് ആ വാളിനൊരു ജ്വാലയുണ്ട്. വാള് ദൈവവചനത്തെ കുറിക്കുകയും ജ്വാല പരിശുദ്ധാത്മാവിനെ കുറിക്കുകയും ചെയ്യുന്നു. ഈ ജ്വാലയുള്ള വാള് നമ്മുടെ ജഡമാകുന്ന തിരശ്ശീലയിൽ ഒരു ചീന്തൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളും ചില സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മളെ തന്നെ ഒരു വട്ടപ്പൂജ്യമായിട്ട് നമ്മൾ തന്നെ അങ്ങ് താഴ്ത്തുമ്പോൾ, അപ്പൊ അതായത് ടീച്ചർ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ കളിയാക്കി, അല്ലെങ്കിൽ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, ഒരു അരമാർക്ക് തെറ്റിപ്പോയി, മലയാളത്തില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി, അപ്പോൾ ഒരു അരമാർക്ക് ടീച്ചർ കുറച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ള സമാധാനമൊക്കെ പോകണം. വേണ്ട, ഞാൻ ഈ പിള്ളേരുടെ കാര്യം പറയുന്നത്, അവരുടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് മലയാളത്തിൽ അക്ഷരപ്പിശക് ഒന്ന് കയറുന്നു, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു അരമാർക്ക് കാൽമാർക്കൊക്കെ പോകും. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിച്ച് നമുക്ക് മാർക്ക് കിട്ടിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില, അല്ലെങ്കിൽ പെട്ടെന്ന് ബാഗ് മറന്നു വെച്ചിട്ട് വന്നു, എനിക്കിന്ന് സംഭവിച്ചതുപോലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ സമീര സ്ത്രീ കുടം മറന്നു വെച്ചിട്ട് പോയെന്ന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മളെ അങ്ങ് താഴ്ത്തണം. കർത്താവേ, അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിച്ചിട്ടില്ല,
പരിശുദ്ധാത്മ എപ്പോഴും നമ്മളെ തന്നെ അങ്ങ് താഴ്ത്താനായിട്ട് സഹായിക്കും. അപ്പൊ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തുമ്പോൾ ഈ ജഡമാകുന്ന തിരശ്ശീലയിലേക്ക്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലേക്ക് വചനത്തിന്റെ വാളിന്റെ ജ്വാല ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തും. പെട്ടെന്ന് ഒരു ഇൻസിഷൻ ഇടുന്ന കണക്കല്ലേ അനീറ്റ? ഇൻസിഷൻ ഒക്കെ ഇടാൻ പഠിച്ചോ? ഉം. അപ്പൊ പെട്ടെന്ന് ഒരു ഇൻസിഷൻ, അവിടെ ഒഫ്താൽമിക് സർജൻ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അവർ വളരെ കറക്റ്റ് ആയിട്ട് ഇൻസിഷൻ ഒക്കെ ഇടുന്ന ആൾക്കാരാണ്. വളരെ സൂക്ഷ്മമായിട്ട് പെട്ടെന്ന് ഒരു ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചീന്തൽ, അവിടെ ഒരു ചീന്തൽ നടക്കും. അപ്പോൾ അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു സമാധാനം, ഈ വാളിന്റെ ജ്വാല നമ്മുടെ ആത്മാവിലേക്ക് വന്ന് അങ്ങനെ കർത്താവ് തരുന്ന വിധം, ലോകം തരുന്ന വിധത്തിലല്ല സമാധാനം തരും, ഈ വാളിലൂടെ. അപ്പൊ എബ്രായർ 4:12, എഫേസർ 6:17 വാക്യത്തിൽ എന്താ? ആത്മാവിന്റെ വാളാണ് ഈ വചനം എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് ദ സ്പോർട് ഓഫ് ദ സ്പിരിറ്റ്, നമ്മുടെ ആത്മീയ മനുഷ്യന്റെ, ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ മനുഷ്യൻ, ആത്മീയ മനുഷ്യന്റെ വാളാണ് ഈ ദൈവവചനം എന്ന് എഫേസർ 6:17 പറഞ്ഞിരിക്കുന്നത്. പിന്നെ യുനോ റെവലേഷൻ, ഞാൻ ആ റെഫറൻസസ് ഒക്കെ പറഞ്ഞങ്ങ് നിർത്തുക, സമയം പോയതല്ലോ. വെളിപാട്, ഞാൻ ആ വാക്യങ്ങൾ അങ്ങ് വായിച്ചങ്ങ് പോവുക, നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. പിന്നീട് വെളിപാട് 1:16 കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ഇരുവായുത്തലയുള്ള വാളിനെ കുറിച്ച് പറയുന്നുണ്ട്. 19:15 കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ഷാർപ്പ് സ്വോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാവ് 49:2 അവിടെ കർത്താവ് എന്റെ നാവിനെ ഒരു മൂർച്ചയുള്ള വാളാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വാള് ദൈവവചനമാണ്. അപ്പൊ ഈ ദൈവവചനമാകുന്ന വാളിന് നമ്മൾ അങ്ങ് കീഴ്പ്പെട്ട് കൊടുത്താൽ മതി. ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്തിന്റെ വചനം എന്നൊക്കെ നമ്മൾ വചനത്തിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 4:34 മത്തായി 4:4 ഒക്കെ ചേർത്ത് പിടിച്ച് നമ്മൾ പറഞ്ഞു, ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ഹിതമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ വചനത്തിനും അങ്ങ് കീഴടങ്ങി നമ്മെ തന്നെ താഴ്ത്തി ഒരു വട്ടപ്പൂച്ചുമായിട്ട് കൊടുക്കുമ്പോൾ അവിടെ ജഡത്തിലൊരു ചീന്തലുണ്ട്. ശരിയാണ്, അവിടെ ഒരു ചെറിയ പെയിൻ ഉണ്ട്. ഓ കർത്താവേ, എന്നാലും ഞാൻ മറന്നു പോയതിന്റെ ബാഗ് മറന്നു വെച്ചിട്ട് പോയതിന്റെ ഒരു വേദനയുണ്ട്. എങ്കിലും അവിടെ ഒരു സമാധാനം. കർത്താവ് എന്റെ നന്മയ്ക്കായിട്ട് എന്നെ കൂടുതലായിട്ട് യേശുവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയാ, എന്നെ എന്റെ സഹോദരനെ കുറച്ചുകൂടി ദീർഘക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയാ. അപ്പൊ അങ്ങനെ യുനോ അവിടെ ഒരു സമാധാനമുണ്ട്. കർത്താവ് എല്ലാത്തിന്റെയും കൺട്രോളിലാണ് ഉള്ളത്, അവിടുന്ന് എല്ലാത്തിന്റെയും പരമാധികാരിയാണ്. അങ്ങനെ ലോകം തരാത്തതായിട്ടൊരു സമാധാനം, അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കുകയരുത്. അതും കൂടെ വായിച്ച യോഹന്നാൻ 14:27 അതും കൂടെ അവസാനം എന്താ പറയുന്നത്? ലോകം തരുന്നത് പോലെ അല്ല തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത്, ഭയപ്പെടുകയരുത് എന്നാ പറയുന്നത്. അത് അത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. യോഹന്നാൻ 14:1 അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. എന്താ? 14:27 അവസാനം നമ്മൾ വായിക്കുന്ന ലോകം തരുന്ന പോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, അങ്ങനെ കലങ്ങി കലങ്ങി പോകരുത്, ഭ്രമിക്കരുത്, പേടിച്ചൊരു ഫിയർഫുൾ ആയിട്ടായി പോകരുത്. അതേ കാര്യം തന്നെ കർത്താവ് യോഹന്നാൻ 14:1 പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞായിട്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. 14:1 ദൈവത്തിൽ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. അത് കർത്താവിന്റെ ഇമ്പസ്വരം നമ്മുടെ ചെവിയിൽ നിന്ന് വന്നടിക്കട്ടെ. നമ്മൾ ആദ്യം പാടിയും പറഞ്ഞതുപോലെ ക്ഷീണമുള്ളത് തല കർത്താവിന്റെ മാർഗം നമുക്ക് സഹായിക്കാം. കർത്താവിന്റെ ഇമ്പസ്വരം നമുക്ക് കേൾക്കാം. കുഞ്ഞെ, നിന്റെ മോനെ, എന്റെ മോളെ, നിന്റെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയരുത്. പിന്നെ ഇപ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പച്ചയായ സാഹചര്യങ്ങളിലും കേൾപ്പാനും വചനത്തിന് ഞങ്ങൾ കീഴടങ്ങുമ്പോൾ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ ഹൃദയത്തില് ആത്മാവിലൊരു സമാധാനം, അത് ദേഹത്തിലൂടെയൊക്കെ നിറഞ്ഞു കവിയും. അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അത് സ്വർഗത്തിന്റെ സമാധാനമാണ്. എത്ര വലിയൊരു സൗഭാഗ്യവാന്മാരാണ് നമ്മൾ. കർത്താവേ, ഈ സമാധാനം, വർദ്ധിച്ചു വരുന്ന സമാധാനം, നിങ്ങളുടെ സമാധാനം നദി പോലെ ആയി തീരുന്നൊക്കെ യെശയ്യാവ് 48:18 അല്ലേ? യെശയ്യാവ് 48:18 അങ്ങനെ ഒരു വാക്യമുണ്ട്. ഞാൻ അതും കൂടെ വായിച്ചങ്ങ് നിർത്താം. ഒടുവിൽ സഹോദരന്മാരെ, യെശയ്യാവ് 48:18 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. സമുദ്രത്തിലെ തിര ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത് പോലെ നിങ്ങളുടെ നീതി, നിങ്ങളുടെ ആ ദിവ്യ സ്വഭാവം അതുപോലെ നിരന്തരമായിട്ടായിരിക്കും. സമാധാനം ഒരു നദി പോലെ ആയിരിക്കും. എപ്പോഴാ? കൽപ്പനകളെ കേട്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് നമ്മൾ കീഴടങ്ങി കൊടുക്കണം. ഈ വാളിനങ്ങ് കീഴടങ്ങി കൊടുത്ത് കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ അവിടുത്തെ വചനം അനുസരിക്കാനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ സമാധാനം ഒരു നദിയായിട്ട്, നമ്മുടെ നീതി സമുദ്രത്തിലെ തിരമാലകളെ പോലെ ഈ വചനം ഞാൻ ശ്രദ്ധിക്കുന്ന ഈ യെശയ്യാവ് 48:18 ഹൃദയത്തിൽ എന്നെ പതിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, അവിടെ CMC വെല്ലൂര് ഇതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അവിടെ പലയിടങ്ങളിലൊക്കെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ ക്യാമ്പസിലെ ഒരു ലിഫ്റ്റിനകത്ത് ആരോ ഈ വചനത്തിന്റെ സ്റ്റിക്കർ
ഏഷ്യാവ് 47:18 സ്റ്റിക്കർ അത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഇവിടെയൊക്കെ ചെന്ന പോലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒട്ടിച്ച വിവരം അറിയും. അപ്പൊ അത് സ്റ്റിക്കർ ആരോ അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോസ്റ്റിംഗ് ആയിരുന്ന സമയത്ത് അവിടെ ലിറ്റ് കയറുമ്പോൾ ഈ വചനം ഏഷ്യാവ് 48:18 എന്റെ വചനത്തെ കേട്ടനുസരിച്ച് നിങ്ങളുടെ സമാധാനം നദി പോലെ ആയിത്തീരുന്ന ഒരു സമാധാനം. അതാണ് നദിയാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ. നമ്മൾ ഇന്ന് അനേക നദികളെ അനേകരിലേക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവരിലേക്കും നമ്മുടെ സഭയിലുള്ളവരിലേക്കും നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരിലേക്കും അയൽവക്കക്കാർക്ക് എല്ലാം സമാധാനത്തോടെ അവിടെ ഞങ്ങളുടെ നാട്ടുകാരും അയൽവക്കക്കാരും ബന്ധുക്കളൊക്കെ ഒത്തിരി പേര് വരികയും ഈവൻ ഇവരുടെ സ്കൂളിൽ നിന്നൊരു മിസ് വന്നപ്പോഴും സ്കൂളിലെ പ്രിൻസിപ്പലും ഡയറക്ടറും അവിടെ ഒരു സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള മിസ്സൊക്കെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഒരു സാന്ത്വനം, പേര് പോലെ ഒരു സാന്ത്വനം അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഒരു അക്രൈസ്തവര് ഇതിലും നമുക്ക് പറയാൻ തക്കവണ്ണം. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു സമാധാനം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇപ്പോ ദൈവം വചനത്തിലൂടെ സാക്ഷ്യങ്ങളിലൂടെ എല്ലാം കർത്താവ് നമ്മുടെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങള് വചനത്താല് നിറയപ്പെട്ട് കർത്താവിന്റെ സമാധാനത്തിൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇനി തിരിച്ച് നമ്മളെ വീടുകളിലേക്കും നമ്മളുടെ ജോലി സ്ഥലത്തേക്കും നമ്മളുടെ പലവിധമായ പച്ചയായ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയും കർത്താവിന്റെ ആസ്വരം കേട്ടുകൊണ്ട് കർത്താവിന്റെ മാർവോട് ചാരുവാൻ തക്കവണ്ണം ഏത് ഖേദവും തീരും തൻ തിരുമാർവിൽ ചാരിയിടുമ്പോൾ തായി മറക്കാമെങ്കിലും എന്നെ മറക്കാത്ത ഒരു സ്നേഹിതൻ, അമ്മ മറന്നാലും മറക്കാത്ത ഒരു സ്നേഹം. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. 131 സങ്കീർത്തനത്തിൽ ദാവീദ് അതാ പറയുന്നത്. മുലുകിട് മാറിയ ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ മാർവിൽ വിശ്രമിക്കുന്നത് പോലെ ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനമായില്ലാത്ത വചനമാകുന്ന പാല് കുടിച്ച് കർത്താവിൻ്റെ മാർവിൽ ചാരി വിശ്രമിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു സ്വസ്ഥതയോടെ പിന്നെ തേടി വിണ്ണകരം വിട്ട് വന്ന മണ്ണിൽ വന്ന കർത്താവ് എന്തിനും തൻ തിരുസ്നേഹ പാശബന്ധം അഴിക്കുവാൻ, സ്നേഹത്തിന്റെ കയറിന്റെ ബന്ധം അഴിപ്പാൻ ഒന്നിനും കഴിയത്തില്ല. ഞാൻ കർത്താവിലാണ്, കർത്താവ് എന്നിലാണ്. ഉത്തമഗീതത്തിൽ മണവാട്ടി പറയുന്നത് പോലെ ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ്, എൻ്റെ പ്രിയൻ എനിക്കുള്ളവനാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ കർത്താവിലാണ്, അവന് എന്നിലാണ്. ഞാൻ ദിനവും ഈ നല്ല സ്നേഹിതനിൽ ഞാൻ ചാരും. അവിടുത്തെ സ്നേഹത്തിന് മധുരമ ഞാൻ തുടർമാനമായിട്ട് ഇപ്പോൾ ഈ ഞായറാഴ്ച കുറച്ച് സമയം മാത്രമല്ല, എല്ലാ ദിവസവും ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിന് മധുരമ അത് വചനത്തിലൂടെ പല സാഹചര്യങ്ങളിലൂടെ എല്ലാം ഞാനത് മധുരമ ധ്യാനം ചെയ്യും. എന്ത് ഖേദം വരികിലും പതറാതെ യേശുവിൽ ഞാൻ ആശ്രയം ആയിരിക്കുന്നത് കൊണ്ട് അന്ത്യത്തോളം കുരിശിന്റെ ഉത്തമനാം ഭടനായിട്ട് ഈ നീതിമാന്മാരുടെ പാതയിൽ, ഈ ക്രൂശിന്റെ പാതയിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഈ സമാധാനം, അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്ലേസ്മെന്റ് ആൻഡ് മാനർ, അതിൻ്റെ ഗുണമേന്മ, അതിൻ്റെ അളവ്, അതിൻ്റെ സ്ഥാനം, അത് പകരപ്പെടുന്ന വിധം, അതെല്ലാം ലോകം തരുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കാര്യമാണ്. സ്വർഗത്തിന്റെ സമാധാനം ആണ്, ഭൂമിയുടേതല്ല. അത് ലോകത്തിന്റെ സമാധാനം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറി മറിഞ്ഞ് ഇന്റർമീഡിയന്റ് ആയിട്ട് മാറി തിരിഞ്ഞുമൊക്കെ ഇരിക്കും. എന്നാൽ ഇത് കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് വർദ്ധിച്ചു വരുന്നൊരു സമാധാനമാണ്. അതിന്റെ സ്ഥാനം ആത്മാവിൽ തുടങ്ങി ദേഹത്തിലൂടെ അങ്ങനെ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ സഭയില്, നമ്മുടെ ദേശത്ത്, ജോലിസ്ഥലത്ത്, അയൽവക്കക്കാരുടെ ഇടയിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലെല്ലാം ഇതെല്ലാം പകർന്ന് അത് യെരുശലേമിലും യഹൂദിയിലും സമരിയിലും എല്ലാം ഭൂമിയുടെ അറ്റത്തോളം ഒഴുകേണ്ട ഒരു സമാധാനം. അത് പകരപ്പെടുന്ന വിധം അത് നുറുക്കത്തിലൂടെയാണ്. നമ്മുടെ ജഡം, നമ്മുടെ സ്വന്തം ഇഷ്ടം നുറുക്കപ്പെടുന്നതിലൂടെയാണ്. ഓരോ സാഹചര്യത്തിലും നമ്മൾ തന്നെ താഴ്ത്തി, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചില സംസാരങ്ങളോ ചില സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ കർത്താവിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ വിശുദ്ധാത്മാവ് ഈ സ്വർഗത്തിന്റെ ഗുണമേന്മയുള്ള അളവില്ലാത്ത അളവോടെ കർത്താവ് നമുക്ക് പകരും. നമ്മുടെ ആത്മാവിലേക്ക് പകർന്നത് കവിഞ്ഞൊഴുകും. നമ്മുടെ പാനപാത്രം നിറഞ്ഞ കവിഞ്ഞൊഴുകും. ശത്രുക്കളുടെ മുമ്പാകെ യേശുവിരിക്കുന്ന ഒരു കർത്താവ് നമ്മളെ കൈവിടത്തില്ല. നിങ്ങൾ ഭ്രമിക്കരുത്, നീതിയുള്ള ബലങ്കരം കൊണ്ട് താങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടു. എത്ര വലിയ സ്നേഹം ആ കർത്താവ് നമ്മളെ മധ്യത്തിലുണ്ടല്ലോ. ആ കർത്താവിലേക്ക് നോക്കി ആരാധനയോടെ നമുക്ക് പാടാം. ഉന്നതനാവിൻ ആത്മസഖാ
സ്നേഹിതരേ, ഏവരും എന്നെ കൈവിടിഞ്ഞിടുകിൽ യേശുദാനിൻ അരികിൽ വരുമേ. ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോ. ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോ. യേശുവായിലും ഉന്നതനാമിൽ ആത്മസഖാവവനേ, എന്നെ തേടി വിണ്ണകരം വിട്ടു മണ്ണിൽ വന്നവനാ. എന്റെ പാപ ശാപമകറ്റാൻ ജീവനെ തന്നവനാ. എന്തിനും തൻ തിരുസ്നേഹ പാശബന്ധ അഴിക്കുവാൻ കഴിയാതെന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ. എന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ. യേശുവാനിലും ഉന്നതനാമിൽ ആത്മസഖാവവനേ, മാനസമേ ചാരുക ദിനവും ഈ ദിവ്യ സ്നേഹിതനിൽ സ്നേഹ മധുരിമ സന്തതവും. ഏതു ഖേദവും വരികിലും പതറാദേശുദാനിൻ ആശ്രയമതിനാൽ അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം ഇന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം ഭടനായി. യേശുവാനിലും ഉന്നതനാമേ ആത്മസഖാവവനേ, തായ് മറക്കാം എങ്കിലും എന്നെ മറക്കാം സ്നേഹിതനേ. അതെ കർത്താവേ, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളംകരത്തില് കൂറിയിട്ടിരിക്കുന്നു പറഞ്ഞ കർത്താവേ, ഉള്ളംകരത്തില് നിന്നെ തന്നെ ഞാൻ കൊത്തിവെച്ചിരിക്കുന്നു. I had inscribed you on my palms. എൻ്റെ പേര് മാത്രമല്ല, എന്നെ തന്നെ കർത്താവെ അവിടുത്തെ തിരുക്കരങ്ങളിൽ അവിടുന്ന് എൻഗ്രേവ് ചെയ്ത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന പോലെ മായ്ച്ചു കളയാൻ പറ്റാതെ വരും ആ യുഗങ്ങളുടെ പാറയിൽ കർത്താവെ അവിടുന്ന് അത് എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർത്ത് കൊത്തിവെച്ചിരിക്കുന്ന ഓർത്ത് സ്തുതിക്കുന്നു. ഭൂമിയിലെ അമ്മ പാലൂട്ടുന്ന ശിശുവിനെ മറന്നു പോകാൻ എന്നാ ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ ഒന്നാണ് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവെ അവിടുത്തെ സ്നേഹമധുരമ എപ്പോഴും സന്തതവും ധ്യാനിച്ച് അവിടുത്തെ വചനം ആകുന്ന ആ മയമില്ലാത്ത പാല് എല്ലാ ദിവസവും കുടിച്ച് ധാരാഹാരവും കട്ടിയുള്ള ആഹാരവും എല്ലാം കഴിച്ച് കർത്താവെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അവിടുത്തെ മാർവിൽ എപ്പോഴും ചാരി വിശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു പിതാവിന്റെ മാർവിൽ ചാരി പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ കർത്താവെ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിന്റെ മാർവിൽ ചാരി യേശുവിനെ വരച്ചു കാട്ടിയതുപോലെ കർത്താവെ ഞങ്ങൾക്കും അങ്ങയുടെ മാർവിൽ ചാരി ഞങ്ങൾക്ക് ഈ സിയോൻ സഞ്ചാരിയാകും ഞങ്ങൾക്ക് യേശുവിൽ ചാരി കൊണ്ട് തന്നെ പോകണം. കർത്താവെ മരുഭൂമിയില് പ്രിയന്റെ മേൽ ചാരി വരുന്ന മണവാട്ടി, അതെ കർത്താവെ ഞങ്ങളുടെ സ്വന്തമായിട്ട് നിൽക്കുവാനുള്ള ത്രാണിയില്ല, പ്രാപ്തിയില്ല. ഞങ്ങളുടെ സഫിഷ്യൻസി, ഞങ്ങളുടെ പ്രാപ്തി അങ്ങയിൽ നിന്നാണ്.
ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ബലം അങ്ങയാണ്. അങ്ങേ പേര് ഞങ്ങൾക്കൊന്നുമില്ല കർത്താവെ. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാകുന്ന ക്രിസ്തുവിലെ എല്ലാം സാധ്യമാണ്. അതെ കർത്താവെ, അവിടുന്ന് സമാധാനത്തിന്റെ പൂർണ്ണതയോടെ ജയത്തോടെ അവിടെ തന്നെ വഴി നടത്തും. രാജാവിന്റെ മക്കളാണല്ലോ ഞങ്ങള്. അതെ കർത്താവെ, ഞങ്ങള് രാജകീയ പുരോഹിതവർഗം എത്ര വലിയ സ്ഥാനപതികളാണ്, ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആണ്. എത്ര വലിയ കർത്താവെ സ്ഥാനത്തോടെ ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു. ഈ ലോകക്കാർക്ക് അത് മറഞ്ഞിരിക്കുമ്പോഴും കർത്താവെ, അത് കർത്താവ് എത്ര വലിയൊരു സൗഭാഗ്യമാണ്. കർത്താവെ, ആ ഒരു താഴ്മയോടെ വട്ടപൂജ്യമായിട്ട് എപ്പോഴും അവിടുത്തെ മുമ്പാകെ ആയിരിക്കാനും അവിടുത്തെ ആത്മാവിനെ നിറയപ്പെട്ട് അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പദവികളൊക്കെ തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ, ശാന്തതയോടെ, സ്വസ്ഥതയോടെ, സാന്ത്വനത്തോടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും അത് ഫലിക്കട്ടെ, അത് നിറയട്ടെ, കഴിയട്ടെ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ വീട്ടിലെ അയൽവകത്ത്, ജോലി സ്ഥലത്ത്, സുഹൃത്തുക്കളുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിൽ, ഞങ്ങളുടെ സഭയിലെ ദേശത്തെല്ലാം ഈ സമാധാനം നദി പോലെ നിറയട്ടെ. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന കർത്താവെ, അവിടുത്തെ അവിടുന്ന് ആ പടക് കടലിന്റെ മീതെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ഞങ്ങളെ സ്തുതിക്കുന്നു. സീ ഓഫ് ഗ്ലാസ്. അതെ കർത്താവെ, അവിടെ അസമാധാനത്തിന് തിരമാലകളൊന്നും ഇല്ല എന്ന, അത് വളരെ സ്വസ്ഥമായിട്ടുള്ള പടകുകളിന്റെ മീതെ നിൽക്കാതൊക്കെ വേണം. അവിടുത്തെ മുഖത്തിന്റെ കീഴിലേക്ക്, അവിടുത്തെ വചനത്തിന്റെ കീഴിലേക്ക്, അവിടുത്തെ വാണിന്റെ കീഴിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ ജഡം നുറുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അവിടുന്ന് നാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. കർത്താവ്, ഈ പ്രായമായ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അവിടുത്തെ ആ സമാധാനത്തോടെ ജീവിപ്പാൻ, സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾ വിധത്തിൽ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളെ സമാധാനത്തിന്റെ ഭവനങ്ങളായി തീരട്ടെ. സമാധാന പുരുഷനുള്ളവർക്കോ ആ അനുഗ്രഹം അവിടെ തങ്ങി നിൽക്കുന്നത് പോലെ കർത്താവേ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഭവനങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. ഇവിടുത്തെ പെരുന്നാളിന്റെ മുഖത്തപ്പെടുത്തിയായിട്ട് നന്ദി കർത്താവേ. പ്രാർത്ഥനകൾ സ്തുതിക്കുന്ന എല്ലാ യേശുവിന്റെ വിധികളെ അതിലൂടെ നമുക്ക്